ഹായ്, നിതിൻ ഷെയറാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹെഡ് Pgbp ആണ്. Pgbp എല്ലാവർക്കും കുറച്ച് ടഫായിട്ടുള്ളൊരു ഹെഡ് തന്നെയാണ്. അതായത് കുറച്ച് സ്റ്റുഡൻസിന്, കാരണം നമുക്ക് ഈ അസസ്മെൻറ്റ് എല്ലാ അസസ്സികളുടെയും അസസ്മെൻറ്റ് പർപ്പസിന് ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ഹെഡാണ് Pgbp ഹെഡ്. പ്രാക്ടിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും അക്കാഡമിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. പഠിക്കാനാണെങ്കിലും കൂടുതലുണ്ട്. എന്നാൽ ചില ഇപ്പോൾ സാലറി ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല Pgbp എന്ന് പറയുന്ന ഹെഡ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിൽ തന്നെ ഒരു ചെറിയൊരു ടൂണിന് തന്നെ വ്യത്യാസമുണ്ട്. ആ ടൂണ് മനസ്സിലായി കഴിഞ്ഞാൽ Pgbp മനസ്സിലാവുള്ളൂ. അസസ്മെൻറ്റ്, കമ്പനിയുടെ അസസ്മെൻറ്റ്, CMA ഇൻ്റർനും CA ഇൻ്റർനും പോകണമെന്നുണ്ടെങ്കിലും കമ്പനിയുടെ അസസ്മെൻറ്റ്, ഫൈനലിൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. CMA ഇൻ്റർനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാർക്കിന് എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ഹെഡാണ് ഇൻകൗണ്ടർ ദ ഹെഡ് Pgbp. ഇത്തവണയും നമുക്ക് അങ്ങനെ തന്നെ ചോദിക്കുന്നുള്ളൊരു പ്രത്യേകതയോടുകൂടി നമുക്ക് Pgbp നോക്കാം. സോ ഇൻകൗണ്ടർ ദ ഹെഡ് Pgbp, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓർ ബിസിനസ് ഓർ പ്രൊഫഷൻ, പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. അണ്ടർ സെക്ഷൻ 28 മുതലാണ് Pgbpയുടെ സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അണ്ടർ സെക്ഷൻ 28 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് Pgbp. ഓക്കെ, ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓർ ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നാണ് വരുന്നത്. അപ്പോൾ അണ്ടർ സെക്ഷൻ 28 പറയുന്നത് കുറച്ച് ഇൻകംസ് ആണ്. ഏതൊക്കെ ഇൻകംസ് ആണ് Pgbp എന്ന് പറയുന്ന ഹെഡിനകത്ത് ടാക്സ് ചെയ്യാവുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ജനറലി അണ്ടർ സെക്ഷൻ 28 പറയുന്നത്. ഏതൊക്കെ ഇൻകംസ് Pgbpക്കകത്ത് ടാക്സ് ചെയ്യും, ഏതൊക്കെ ഇൻകം നോർമലി Pgbpക്കകത്ത് ടാക്സ് ചെയ്യില്ല എന്നുള്ള കുറച്ച് എക്സാമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയാം. ഇതിൽ നോക്കാം. ഫോളോയിങ് ഇൻകം ഷാൾ ബി ട്രീറ്റഡ് അണ്ടർ ദ ഹെഡ് Pgbp. ഓക്കെ, താഴെ പറയുന്ന ഇൻകംസ് എന്ത് ചെയ്യുന്നുണ്ട്? Pgbpയുടെ ഹെഡിൽ ടാക്സ് ചെയ്യുന്നു. എനി പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓഫ് എനി ബിസിനസ് ഓർ പ്രൊഫഷൻ. അണ്ടർ സെക്ഷൻ 28 സബ്സെക്ഷൻ 1 പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെയോ പ്രൊഫഷൻ്റെയോ ഗെയിനോ ബിസിനസ്സോ, ഏതൊരു ബിസിനസ്സോ ആവട്ടെ ഏതൊരു പ്രൊഫഷനോ ആവട്ടോ, അതിൽ നിന്നും കിട്ടുന്ന ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും? നമ്മൾ അണ്ടർ സെക്ഷൻ 28 സബ്സെക്ഷൻ 1 പ്രകാരം ഇൻകം അണ്ടർ ദ ഹെഡ് Pgbpയിൽ ടാക്സ് ചെയ്യും. ദെൻ കോമ്പൻസേഷൻ ടു മാനേജ്മെൻറ്റ് ഏജൻസി. ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് ഏജൻസിക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ മാനേജ്മെൻറ്റ് ഏജൻസിക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ ഇൻകം അണ്ടർ ദ ഹെഡ് Pgbpയിൽ ടാക്സ് ചെയ്യും. ദെൻ ഇൻകം ഓഫ് ട്രേഡ് ഓർ പ്രൊഫഷൻ ഓഫ് അസോസിയേഷൻസ്. ഓക്കെ, പ്രൊഫഷണൽ അസോസിയേഷൻസിൻ്റെ അല്ലെങ്കിൽ ട്രേഡ് അസോസിയേഷൻസിൻ്റെ ഇൻകം, പ്രൊഫഷണൽ അസോസിയേഷൻസിൻ്റെ ഇൻകമോ ട്രേഡ് അസോസിയേഷൻസിൻ്റെ ഇൻകമോ ഇൻകം അണ്ടർ ദ ഹെഡ് Pgbpയിലാണ് ടാക്സ് ചെയ്യുന്നത്. ദെൻ എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ് അണ്ടർ സെക്ഷൻ 28 സബ്സെക്ഷൻ 3A 3B 3C പ്രകാരം എന്തെങ്കിലും എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഇൻകം അണ്ടർ ദ ഹെഡ് ഇൻകം അണ്ടർ ദ ഹെഡ് Pgbpയിൽ ടാക്സ് ചെയ്യും. അതിന് കുറച്ച് എക്സാമ്പിൾസ്: പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇമ്പോർട്ട് ലൈസൻസ് ഓർ ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക് DPB, ഡ്യൂട്ടി ഫ്രീ റീപ്ലനിഷ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇമ്പോർട്ട് ലൈസൻസോ ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്കോ DEPBയോ ദെൻ ഡ്യൂട്ടി പ്ലനിഷ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് DFRCO ഒക്കെ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ഓക്കെ, നോമിനൽ വാല്യൂ അതിനുണ്ടായിരിക്കും. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വേറെ അസസ്സിക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഇൻകം അണ്ടർ ദ ഹെഡ് Pgbpയിലാണ് ടാക്സ് ചെയ്യുന്നത്. ദെൻ ടാക്സ് അസിസ്റ്റൻസ് റിസീവ്ഡ് ഓർ റിസീവബിൾ ബൈ ആൻ എക്സ്പോർട്ടർ അണ്ടർ എ സ്കീം ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർ സെക്ഷൻ 28 സബ്സെക്ഷൻ 3B. അണ്ടർ സെക്ഷൻ 28 സബ്സെക്ഷൻ 3B പ്രകാരം എന്തെങ്കിലും ഒരു എക്സ്പോർട്ടർക്ക് ഇന്ത്യയിൽ നിന്നും ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ക്യാഷ് ആയിട്ട് അസിസ്റ്റൻസോ എന്തെങ്കിലും ഒരു എമൗണ്ട്, റിസീവബിൾ ഒരു എമൗണ്ട് ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് റിലേറ്റിംഗ് ടു എക്സ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ക്യാഷ് അസിസ്റ്റൻസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് Pgbp. Then duty drawback received or receivable for export, example duty drawback. Under section 28 subsection 3C പ്രകാരം ഡ്യൂട്ടി ഡ്രോബാക്ക്, ഏതെങ്കിലും ഒരു ഡ്യൂട്ടി ഡ്രോബാക്ക് നമുക്ക് എക്സ്പോർട്ടിനകത്ത് നമ്മൾ GSTനകത്ത് പഠിക്കാനുണ്ട്. GST പഠിക്കുന്ന സമയത്ത് കസ്റ്റംസിനകത്ത് 20 മാർക്കിൻ്റെ കസ്റ്റംസിൽ ഡ്യൂട്ടി ഡ്രോബാക്ക് ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ പേഴ്സണൽ പർപ്പസിന് ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് റീ എക്സ്പോർട്ട് ചെയ്യുന്ന സമയം കിട്ടുന്ന ഡ്യൂട്ടി ഡ്രോബാക്ക്, ബിസിനസ് പർപ്പസിന് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് റീ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഡ്യൂട്ടി ഡ്രോബാക്ക് എത്രയാണ്, നമ്മൾ അടച്ച ഡ്യൂട്ടിയുടെ എത്ര പെർസെൻറ്റേജ് ഡ്യൂട്ടി ഡ്രോബാക്ക് തിരികെ കിട്ടുക, അല്ലെങ്കിൽ അടച്ച ഡ്യൂട്ടി തിരികെ കിട്ടുക, അതാണ് ഡ്യൂട്ടി ഡ്രോബാക്ക്. അപ്പോൾ കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഡ്യൂട്ടി ഡ്രോബാക്കിൻ്റെ കേസ് അതാണ്. എക്സ്പോർട്ടിൻ്റെ കേസിൽ ഫോർ എക്സ്പോർട്ട് ഡ്യൂട്ടി ഡ്രോബാക്ക് ഫോർ എക്സ്പോർട്ട് ചെയ്തില്ലേ, എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എക്സ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻകം അണ്ടർ ദ ഹെഡ് Pgbpയിൽ ടാക്സ് ചെയ്യും. ദെൻ പെർക്വിസിറ്റ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ അണ്ടർ സെക്ഷൻ 28 സബ്സെക്ഷൻ 4 പ്രകാരം പെർക്വിസിറ്റ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ നിന്ന് കിട്ടുന്ന പെർക്വിസിറ്റ്. എന്താണ് ബിസിനസ് ഓർ പ്രൊഫഷനിൽ കിട്ടുന്ന പെർക്വിസിറ്റ്? ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിയിൽ നമ്മൾ പെർക്വിസിറ്റ് പഠിച്ചു. അത് എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അമ്യൂണിറ്റീസ് ആണ്.
ബട്ട് നമ്മൾ ഇവിടെ പറയുന്നത് പെർക്വിസിറ്റ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് അഡീഷണൽ സെയിൽസോ അഡീഷണൽ പ്രോഫിറ്റോ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രിൻസിപ്പൾ കൊടുക്കുന്ന എന്തെങ്കിലും പെർക്വിസിറ്റ്സ്. ഓക്കെ, ഞാനിപ്പോൾ സപ്പോസ് ഒരു കമ്മീഷൻ ഏജൻ്റ് ആണ്, ഞാൻ കമ്മീഷൻ ബേസിസിൽ സാധനങ്ങൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ കൂടുതൽ സെയിൽസ് നടത്തിയതിൻ്റെ ഭാഗമായി എന്ത് ചെയ്യുന്നു, എൻ്റെ പ്രിൻസിപ്പൾ എനിക്ക് ഒരു അഡീഷണൽ പെർക്വിസിറ്റ് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരുന്നു, അതിനെയൊക്കെ പെർക്വിസിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ദെൻ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. ഓൾറെഡി നമ്മൾ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിനകത്ത് പറഞ്ഞായിരുന്നു. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്ഷിപ്പ് ഫേമിൽ നിന്ന് പാർട്ട്നേഴ്സിന് കിട്ടുന്ന റെമ്യൂണറേഷൻ, ഇറ്റ് മേ ബി എ സാലറി ഓൾസോ. വർക്കിംഗ് പാർട്ട്നേഴ്സൊക്കെ ഉണ്ടാവും. അപ്പം വർക്കിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പാർട്ട്നേഴ്സിനൊക്കെ കിട്ടുന്ന പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പാർട്ട്നേഴ്സിന് കിട്ടുന്ന റെമ്യൂണറേഷൻ ഇൻകം അണ്ടർ ദ ഹെഡ് PGBP-ലാണ് ടാക്സ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ 7th പോയിന്റ്, എമൗണ്ട് റിസീവ്ഡ് ഓർ റിസീവബിൾ ഫോർ സർട്ടൈൻ എഗ്രിമെൻറ്റ്സ്. എന്തെങ്കിലും എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളുമായിട്ട് എഗ്രിമെൻറ്റ് വെച്ചുകൊണ്ട് അതിൻ്റെ കോമ്പൻസേഷനോ മറ്റെന്തെങ്കിലും എഗ്രിമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇൻകം അണ്ടർ ദ ഹെഡ് PGBP-ലാണ് ടാക്സ് ചെയ്യേണ്ടത്. ദെൻ കീമാൻ ഇൻഷുറൻസ് പോളിസി സറണ്ടർ ആവുന്ന സമയത്ത്, കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് വെച്ചാൽ എന്താണെന്നറിയാം, ഒരു കമ്പനിയിൽ കുറേ കീ മാനേജറിയൽ പേഴ്സൺസ് ഉണ്ടായിരിക്കും. ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള കീ മാനേജറിയൽ പേഴ്സൺസിന് കമ്പനി തന്നെ അലോ ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത് കീമാൻ ഇൻഷുറൻസ് പോളിസി. അപ്പോൾ ആ കീ മാനേജറിയൽ പേഴ്സൺസിന് വേണ്ടിയിട്ട് കമ്പനി ബിയർ ചെയ്യുന്ന ഒരു എക്സ്പെൻസും കൂടിയാണ് ഇൻഷുറൻസ് പോളിസി എടുത്തു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ആ പോളിസി സറണ്ടർ ചെയ്യുന്ന സമയത്ത് ആ സറണ്ടർ ചെയ്യുന്ന പോളിസി എമൗണ്ട് റിസീവ് ചെയ്യുന്നത് കമ്പനിയാണ് അല്ലെങ്കിൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന എമൗണ്ട് കീമാൻ ഇൻഷുറൻസ് പോളിസി അണ്ടർ സെക്ഷൻ 28 സബ്സെക്ഷൻ 6 പ്രകാരം എന്തായിരിക്കും ടാക്സബിൾ അണ്ടർ ദ ഹെഡ് PGBP. ദെൻ കൺവേർഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ടു ക്യാപിറ്റൽ അസറ്റ്. സ്റ്റോക്കിനെ ക്യാപിറ്റൽ അസറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്ട്രാ ബെനിഫിറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ പ്രോഫിറ്റ് ഇൻകം അണ്ടർ ദ ഹെഡ് PGBP-യിൽ ടാക്സ് ചെയ്യും അണ്ടർ സെക്ഷൻ 28 സബ്സെക്ഷൻ 6A. ദെൻ റിക്കവറി എഗെയിൻസ്റ്റ് സർട്ടൈൻ ക്യാപിറ്റൽ അസറ്റ്സ് കവേർഡ് അണ്ടർ സെക്ഷൻ 35AD. അണ്ടർ സെക്ഷൻ 35AD പ്രകാരം സ്പെസിഫൈഡ് ബിസിനസ് കുറേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 35AD പ്രകാരമുള്ള സ്പെസിഫൈഡ് ബിസിനസ്സിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറേ സ്പെസിഫൈഡ് ബിസിനസ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്കത് പഠിക്കാനുണ്ട്. ദെൻ ആ 35AD-നകത്ത് പറയുന്ന ക്യാപിറ്റൽ അസറ്റ്സിനകത്ത് എന്തെങ്കിലും ഒരു എമൗണ്ട് നമ്മൾ റിക്കവർ ചെയ്തെടുക്കുകയാണോ എന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ. അതായത് അണ്ടർ സെക്ഷൻ 35AD പ്രകാരം സ്പെസിഫൈഡ് ബിസിനസ് ആണ്, കുറേ സ്പെസിഫൈഡ് ബിസിനസ് പറയുന്നുണ്ട്. പവർ യൂണിറ്റ് ഉൾപ്പെടെയുള്ള സ്പെസിഫൈഡ് ബിസിനസ് അതിനകത്തുണ്ട്, സ്പെസിഫിക് ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എമൗണ്ടിന് 100% ഡിഡക്ഷൻ കിട്ടും. ആ 100% ഡിഡക്ഷൻ കിട്ടിയ ക്യാപിറ്റൽ 100% ഡിഡക്ഷൻ കിട്ടിയ സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്നും നമ്മൾ അഗെയിൻ വീണ്ടും എന്തെങ്കിലും ഒരു എമൗണ്ട് റിക്കവർ ചെയ്തെടുക്കുകയാണോ എന്നുണ്ടെങ്കിൽ അത് അണ്ടർ സെക്ഷൻ 28 സബ്സെക്ഷൻ 7 പ്രകാരം ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് PGBP. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള 10 പോയിന്റ്സ് എന്ന് പറയുന്നത് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് PGBP-ലാണ്. PGBP-യിൽ വരുന്ന ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട്സ് ആണ്. ദെൻ ഇൻകം നോട്ട് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. PGBP-ക്കകത്ത് ടാക്സ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്. Okay, rent from house property, it is taxable under section 22 under the income from house property. Rent from house property already നമ്മൾ കഴിഞ്ഞ മാരത്തോൺ റിവിഷൻ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇറ്റ് വിൽ ബി ടാക്സബിൾ ഓൺലി അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി ഓഫ് അസസി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഒരു അസസിക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഹെഡിൽ മാത്രമേ ടാക്സ് ചെയ്യാൻ പറ്റുള്ളൂ, അതെവിടെ ടാക്സബിൾ ആവത്തില്ല. It will not be taxable under PGBP. Then dividend on shares is taxable under section 56 subsection 2 part 1 under the head income from other source. Dividend income എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിയിൽ നിന്നും കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് ആദ്യത്തെ കാര്യം എക്സംപ്റ്റഡ് ഇൻകം ആണ്, രണ്ടാമത്തെ കാര്യം ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ദെൻ winning from lotteries, race etc. are taxable under the head income from other source. Any winning from lottery നിർത്തി പറയാം. വിന്നിങ് ഫ്രം ലോട്ടറിയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോഴ്സ് റേസസും മറ്റു കാര്യങ്ങൾക്കുള്ള റേസസ് കുറേ ഗെയിംസ് ഉണ്ട്. ഈ ഗെയിംസിൽ നിന്നൊക്കെ ക്രോസ് വേർഡ് പസിൽസ്, ഹോഴ്സ് റേസ്, വിന്നിങ് ഫ്രം ലോട്ടറീസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്ന ലോട്ടറി ഇൻകം എന്ന് പറയുന്നത് ക്യാഷ്വൽ ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ക്യാഷ്വൽ ഇൻകംസ് എല്ലാം എന്ത് ചെയ്യും, ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ബട്ട് winning from such an unsold lottery ticket shall be treated as incidental to business and taxable under the head PGBP. ഒരു ലോട്ടറി വിൽക്കുന്ന ഒരാൾക്ക് അൺസോൾഡ് ആയിട്ടുള്ള ഒരു ലോട്ടറി ഇരിക്കുകയും ആ ലോട്ടറി അവിടെ നിന്ന് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ കയ്യിൽ ലോട്ടറി അടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ
അപ്പം ആ ഒരു ലോട്ടറി സെല്ലറുടെ ഹാൻഡ്സിൽ അത് PGBP ഇൻകം ആയിട്ടാണ് ടാക്സ് ചെയ്യുന്നത്. അതല്ലാത്ത പക്ഷം നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ ഒരു ലോട്ടറി എടുക്കുകയും ലോട്ടറി ഇൻകം ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ക്യാഷ്വൽ ഇൻകം ആയിട്ട് കണക്കാക്കും. ക്യാഷ്വൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ടാക്സബിൾ അണ്ടർ ദ ഹെഡ് IFOs ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് അത് ടാക്സ് ചെയ്യുന്നത്. Then exempted income by virtue of section 10 subsection 11 subsection or 13A. ഓക്കെ, അണ്ടർ സെക്ഷൻ 10 കുറേ എക്സംപ്റ്റഡ് ഇൻകംസ് പറയുന്നുണ്ട്. അതേപോലത്തെ 11, 13A എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എക്സംപ്റ്റഡ് ഇൻകംസ് ആണ്, സ്പെഷ്യലി എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകംസ് ആണ്. ചാപ്റ്റർ 4 സ്റ്റഡി നോട്ട് 4 നമ്മൾ റീഡ് ചെയ്തതാണ്. അതിനകത്ത് പറയുന്നതെല്ലാം PGBP-നകത്ത് എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. Then 5th point, sums taxable under the head capital gain for the purpose of section 28(5A). കുറച്ച് കാര്യങ്ങൾ ക്യാപിറ്റൽ ഗെയിനകത്ത് എന്ത് ചെയ്യാനുണ്ട്, ടാക്സ് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ തന്നെയും ഇൻകം അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ അസറ്റ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എല്ലാം ഇൻകം അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ ആണ് ടാക്സ് ചെയ്യേണ്ടത്. അത് PGBP-യിലല്ല ടാക്സ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അതാണ് നമുക്ക് അണ്ടർ സെക്ഷൻ 28 പറയാനുള്ളത്. ദെൻ അണ്ടർ സെക്ഷൻ 29 പറയാം. 29 സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അണ്ടർ സെക്ഷൻ 29 പറയുന്നത് ഹൗ ടു കമ്പ്യൂട്ട് PGBP ഇൻകം എന്നാണ് പറയുന്നത്. PGBP are to be computed in accordance with the provisions contained in section 30 to 44 DB. ഓക്കെ, PGBP-യിലെ ഇൻകം കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അണ്ടർ സെക്ഷൻ 30 മുതൽ 43 DB ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961 കൺസിഡർ ചെയ്തുകൊണ്ടാണ് PGBP-യിലെ ഇൻകംസ് എല്ലാം പോകുന്നത്. ദെൻ അത്രേ പറയുന്നുള്ളൂ. എങ്ങനെയാണ് PGBP-യിലെ ഇൻകം കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മാത്രമേ നമ്മളവിടെ പറയുന്നുള്ളൂ. ദെൻ അണ്ടർ സെക്ഷൻ 30 റെൻറ്റ്, റേറ്റ്സ്, ടാക്സ്, റിപ്പയേഴ്സ് ആൻഡ് ഇൻഷുറൻസ് ഓഫ് എ ബിൽഡിംഗ്. അണ്ടർ സെക്ഷൻ 30 മുതൽ 43 DB വരെയുള്ള എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് എന്ത് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന PGBP-യിലെ ഇൻകമായിട്ട് കണക്കാക്കേണ്ടത്. സെക്ഷൻ 30 തുടങ്ങാം. PGBP ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അണ്ടർ സെക്ഷൻ 30 പറയുന്നത് റെൻറ്റ്, റേറ്റ്സ്, ടാക്സസ്, റിപ്പയേഴ്സ് ആൻഡ് ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സിന് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് റെൻറ്റ് കൊടുക്കേണ്ടി വരും, റേറ്റ്സ് കൊടുക്കേണ്ടി വരും, ടാക്സസ് അടയ്ക്കേണ്ടി വരും, റിപ്പയർ നടത്തേണ്ടി വരും, ബിൽഡിങ്ങിന് ഇൻഷുറൻസ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്തുണ്ട്, നമുക്ക് എക്സ്പെൻസസ് ആയിട്ട് ഒരു ബിൽഡിങ്ങിന് വരുന്നതാണ്. ഇതിനേതിനൊക്കെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് റെൻറ്റ്, റേറ്റ്, ഇൻഷുറൻസ്, റവന്യൂ, റിപ്പയർ, ക്യാപിറ്റൽ റിപ്പയർ. റിപ്പയേഴ്സിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, റവന്യൂ റിപ്പയർ എന്ന്, ക്യാപിറ്റൽ റിപ്പയർ എന്ന്. ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും എക്സ്പെൻസസും രണ്ടാളുകളുടെ കയ്യിലാണ് ടാക്സബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഒന്ന് ഓണർ. ഓക്കെ, ആ ബിസിനസ്, ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ തന്നെ ഓൺ ബിൽഡിംഗ് ആണോ എന്ന് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഓണർ തന്നെയാണോ ആ ബിൽഡിങ്ങിൽ ബിസിനസ് നടക്കുന്നത് നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെൻറ്റ് എമൗണ്ട് നോട്ട് അലൗഡ് ആണ്. കാരണം എൻ്റെ സ്വന്തം പേരിലിരിക്കുന്ന ബിൽഡിങ്ങിനകത്ത് ഞാൻ തന്നെ ബിസിനസ് നടത്തിയിട്ട് അതിനകത്തുള്ള റെൻറ്റ് എനിക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻകം അണ്ടർതായിട്ട് PGBP-ക്കകത്ത് അലൗഡ് എക്സ്പെൻസസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇൻകം ടാക്സിൻ്റെ നമുക്ക് അലൗബിലിറ്റി, അഡ്ജസ്റ്റ്മെൻറ്റ്, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ദെൻ അതല്ലാന്നുണ്ടെങ്കിൽ റേറ്റ്സ് ആൻഡ് ടാക്സസ്, റെൻ്റ് അല്ല, റേറ്റ്സ് ആൻഡ് ടാക്സസ് അലൗഡ് ആണ്, ഇൻഷുറൻസ് അലൗഡ് ആണ്. റിപ്പയറിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂ റിപ്പയർ ഉണ്ട്, ക്യാപിറ്റൽ റിപ്പയർ ഉണ്ട്. റവന്യൂ റിപ്പയർ എന്ന് പറയുമ്പോൾ നോർമൽ മെയിൻ്റനൻസ് ആണ്. ക്യാപിറ്റൽ റിപ്പയർ എന്ന് പറയുമ്പോൾ അഡീഷണലി എന്തെങ്കിലും റൂംസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ റവന്യൂ റിപ്പയർ അലൗഡ് ആണ്. ക്യാപിറ്റൽ റിപ്പയേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര രൂപയാണോ ക്യാപിറ്റൽ റിപ്പയേഴ്സ് നമുക്ക് ആ ഒരു ബിൽഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തുണ്ടാകുന്നത്, അത്രയും തന്നെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ബിൽഡിങ്ങിൻ്റെ കോസ്റ്റായിട്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. അസറ്റ് ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും ക്യാപിറ്റൽ റിപ്പയർ കോസ്റ്റ് എന്ന് പറയാം. ദെൻ അസസി ടെനൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ബിസിനസ് നടത്തുന്ന ടെനൻ്റ് ആണ്, നമ്മൾ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്, ആ ഒരു റെൻറ്റിന് എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഞാനൊരു ബിൽഡിംഗ് റെൻറ്റിന് എടുത്തിട്ടാണ് അതിനകത്തൊരു ബിസിനസ് റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന റെൻറ്റ് അലൗഡ് എക്സ്പെൻസസ് ആണ്, റേറ്റ്സ് ആൻഡ് ടാക്സസ് അലൗഡ് ആണ്, ഇൻഷുറൻസ് അലൗഡ് ആണ്, റവന്യൂ റിപ്പയേഴ്സ് അലൗഡ് ആണ്, ക്യാപിറ്റൽ റിപ്പയർ നോട്ട് അലൗഡ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ റിപ്പയേഴ്സ് നോർമൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അത് സ്വാഭാവികമായിട്ടും കോസ്റ്റ് ഓഫ് അസറ്റിൻ്റെ കാറ്റഗറിയിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓൺസ് അഗെയിൻ അണ്ടർ സെക്ഷൻ 30 പറയുന്നത് കുറച്ച് എക്സ്പെൻസസ് ആണ്, അതിൻ്റെ അലൗബിലിറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അലൗബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സ്പെൻസ് ഇവിടെ അലൗഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ടാക്സ് ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുമെന്നാണ്. നമുക്ക് PGBP-യിലെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ട്, കുറച്ച് നോട്ട് അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ട്, കുറച്ച് അലൗഡ് ആയിട്ടുള്ള ഇൻകംസ് ഉണ്ട്, കുറച്ച് നോട്ട് അലൗഡ് ആയിട്ടുള്ള ഇൻകംസ് ഉണ്ട്. അപ്പം ഈ അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് എല്ലാം നമുക്ക് ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്ത് കളയാൻ പറ്റും. അലൗഡ് ആയിട്ടുള്ള PGBP-യിലെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകത്തിൽ നിന്നും ലെസ് ചെയ്ത് കളയാൻ പറ്റും. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻകത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്തതിന് ശേഷം
PGBPക്ക് വേണ്ടിയിട്ട് PGBP എന്ന് പറയുന്ന ബിസിനസ് ഇൻകം ഒരു അസസ്സിയുടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. ആ ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അലൗഡ് എന്ന് പറയുന്ന സംഗതികളെല്ലാം നമുക്ക് ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇൻകത്തിൽ നിന്ന് നമ്മൾ അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ലെസ് ചെയ്യുമ്പോൾ എന്താണ് ബെനിഫിറ്റ്? ടാക്സ് ബെനിഫിറ്റ് കൂടും, ടാക്സ് ലൈബിലിറ്റി എമൗണ്ട് കുറയും. Then under section 31, insurance repairs of a plant and machinery and furniture. കേസ് ഇതാണ്. റെൻറ്റ്, ഇൻഷുറൻസ്, റിപ്പയർ, റവന്യൂ റിപ്പയർ, ക്യാപിറ്റൽ റിപ്പയർ. അതായത് ഒന്നുകൂടെ ഓൺസ് അഗൈൻ, ഇൻഷുറൻസ്, റിപ്പയേഴ്സ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഫർണിച്ചർ. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെയും ഫർണിച്ചറിൻ്റെയും ഇൻഷുറൻസ്, റിപ്പയറും റെൻറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓണർ ആണെന്നുണ്ടെങ്കിൽ, ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ബിസിനസ് ഓണറാണ് അല്ലെങ്കിൽ ബിസിനസ് നടത്താൻ വേണ്ടി ബിസിനസ് ഇപ്പോൾ എൻ്റെ ഓണർഷിപ്പിലുള്ള മറ്റേ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി ഫർണിച്ചറാണ് ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ റെൻറ്റ് എമൗണ്ട് നോട്ട് അലൗഡ് ആണ്. കാരണം എൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഫർണിച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനകത്തുള്ള റെൻറ്റ് എമൗണ്ടിൻ്റെ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ പുറത്തുനിന്ന് ഒരാളിൽ നിന്നും എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് റെൻറ്റിന് വേണ്ടിയിട്ട് റെൻറ്റ് കൊടുത്തുകൊണ്ട് എടുത്തിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറിയോ ഫർണിച്ചറോ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കവിടെ എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. Okay, then rent, insurance allowed. Then assessee owner ആണെന്നുണ്ടെങ്കിൽ റെൻറ്റ് നോട്ട് അലൗഡ് ആണ്, ഇൻഷുറൻസ് അലൗഡ് ആണ്, റിപ്പയർ അലൗഡ് ആണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോട്ട് അലൗഡ് ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു കേസസിൽ എന്ത് ചെയ്യത്തില്ല, അണ്ടർ സെക്ഷൻ 30-ലും 31-ലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ അസസി ടെനൻ്റ് ആണെന്നുണ്ടെങ്കിൽ റെൻറ്റ് അലൗഡ് ആണ്, ദെൻ ഇൻഷുറൻസ് അലൗഡ് ആണ്, റവന്യൂ റിപ്പയർ അലൗഡ് ആണ്, ബട്ട് ക്യാപിറ്റൽ റിപ്പയർ നോട്ട് അലൗഡ് ആണ്. അത് ക്യാപിറ്റൽ റിപ്പയേഴ്സ് കോസ്റ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ എമൗണ്ടിൻ്റെ കൂട്ടത്തിൽ ആഡ് ബാക്ക് ചെയ്യണം. അതാണ് നോർമൽ പ്രൊവിഷൻ. ഓക്കെ, then expenses under section 30 and 31 allowed only if asset is used for business or profession. പറഞ്ഞിരിക്കുന്ന അസറ്റ് അണ്ടർ സെക്ഷൻ 30 പറഞ്ഞിരിക്കുന്നത് ബിൽഡിങ്ങും 31 പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഫർണിച്ചർ ആണ്. ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 30 31 കേസ് എന്ന് പറയുന്നത് എന്താണ്, അലൗഡ് ആണ്. അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസ് എല്ലാവിടെ അലൗഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അലൗഡ് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് പർപ്പസിന് തന്നെ ഉപയോഗിച്ചിരിക്കണം, ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിച്ചിരിക്കണം. ദെൻ ക്യാപിറ്റൽ റിപ്പയർ ബൈ ദ ടെനന്റ് ഈസ് ട്രീറ്റഡ് as deemed building and depreciation is allowed to tenant. ഓക്കെ, ക്യാപിറ്റൽ റിപ്പയേഴ്സിന് നമുക്ക് എന്തായിട്ട് കണക്കാക്കും, ഡീംഡ് ബിൽഡിംഗ് ആയിട്ടോ ഡീംഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഫർണിച്ചർ ആയിട്ടോ കണക്കാക്കിയിട്ട് നമുക്ക് ആ ഒരു ക്യാപിറ്റൽ റിപ്പയർ എത്ര രൂപയ്ക്കാണോ ആയിരിക്കുന്നത് അത്ര എമൗണ്ട് നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. അണ്ടർ സെക്ഷൻ 31 അല്ല, അണ്ടർ സെക്ഷൻ 32-ൽ നമ്മളടുത്ത് പഠിക്കാൻ പോകുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ക്യാപിറ്റൽ റിപ്പയേഴ്സിന് കിട്ടാൻ പോകുന്നത്. അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ റിപ്പയേഴ്സിന് നമുക്ക് ഡിപ്രീസിയേഷനാണ് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, then under section 32 depreciation. under section 32 depreciation എന്ന് പറയുന്നത് condition for claiming depreciation. നമുക്ക് നോക്കാം. നോർമലി നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്ത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് പോലെയല്ല എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇൻകം അണ്ടർ ദ ഹെഡ് PGBPക്കകത്ത് അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. PGBP നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്ത് എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്, ഓരോ ഇൻഡിവിജ്വൽ അസറ്റ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ബ്ലോക്ക് ഓഫ് അസറ്റ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് നോക്കാം. കണ്ടീഷൻസ് ഫോർ ക്ലെയിമിംഗ് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷനാണ് അണ്ടർ സെക്ഷൻ 32 ഡിപ്രീസിയേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡാണ്, സെക്ഷനാണ്. Then asset should be used for business or profession purpose, active or passive. അസറ്റ് എന്ത് ചെയ്തിരിക്കണം, ഉറപ്പായിട്ടും ബിസിനസ് ഓർ പ്രൊഫഷനിന് ഉപയോഗിച്ചിരിക്കണം. അതിപ്പോൾ ഓൾറെഡി ഉപയോഗിച്ചിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ മുന്നേ ഉപയോഗിച്ചിരുന്നതാണെങ്കിലും മതി. പക്ഷേ അസറ്റ് എന്ത് പർപ്പസിന് തന്നെ ഉപയോഗിച്ചിരിക്കണം, ബിസിനസ് ഓർ പ്രൊഫഷൻ തന്നെ ഉപയോഗിച്ചിരിക്കണം. ദെൻ അസസി ഷുഡ് ബി ഓണർ ഓഫ് സച്ച് അസറ്റ്. അസസി എന്ന് പറയുന്നത് എന്തായിരിക്കണം, ആ പർട്ടിക്കുലർ അസറ്റിൻ്റെ ഓണർ ആയിരിക്കണം. ഹോളി ഓർ പാർഷ്യലി, പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ആ അസസി ആ ഒരു അസറ്റിൻ്റെ ഓണർ ആയിരിക്കണം. ആ ഓണർ അസസിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നോട്ട് ഡിപ്രീസിയേഷൻ ഈസ് അലൗഡ് ഇഫ് അസസി ഈസ് എ ബെനിഫിഷ്യൽ ഓണർ. അസസി ബെനിഫിഷ്യൽ ഓണർ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിപ്രീസിയേഷൻ അലോ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ബെനിഫിഷ്യൽ ഓണർ? ഒരു അസറ്റിൽ നിന്നും ആ അസസി തന്നെ എന്ത് ചെയ്യണം, ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യണം. അതായത് ഞാൻ എൻ്റെ അസറ്റ്, എൻ്റെ ഓണർഷിപ്പിലിരിക്കുന്ന അസറ്റ് എൻ്റെ ബിസിനസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് ഞാൻ പറയുന്നത്, ഞാൻ ആ ബിസിനസ് എൻ്റെ അസറ്റ് എൻ്റെ ബിസിനസ്സിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ ഇൻ കേസ് ഓഫ് ലീസ് ഡിപ്രീസിയേഷൻ ഈസ് ഓൾവേസ് ക്ലെയിംഡ് ബൈ ദി ലെസ്സർ വെദർ ഇറ്റ് ഈസ് ഫിനാൻഷ്യൽ ലീസ് ഓർ ഓപ്പറേറ്റിംഗ് ലീസ്.
ഫിനാൻഷ്യൽ ലീസ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് ലീസ് ആണെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ബിസിനസ് ഉപയോഗിച്ചിരിക്കുന്ന അസറ്റ് ഞാൻ ലീസിന് എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ലീസിന് തന്ന ലിസർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് അഗെയിൻ ബെനിഫിഷ്യൽ ഓണർക്ക് മാത്രമേ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ടും ആ ഒരു അസറ്റിൻ്റെ ഓണർ ആയിരിക്കണം ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യേണ്ടത്. ആ ഒരു അസറ്റ് ബിസിനസ് ഓർ പ്രൊഫഷന് തന്നെ ആയിരിക്കണം ഉപയോഗിച്ചിരിക്കേണ്ടത്. Then, in case of hire purchase, the assessee gets the ownership only after the payment of last installment, but he can claim depreciation from beginning, assuming assessee is the owner from the beginning. നമ്മളിപ്പോൾ ഹയർ പർച്ചേസിന് അല്ലെങ്കിൽ ഒരു എന്താ CC ബേസിസ് അല്ലെങ്കിൽ ഹയർ പർച്ചേസ് ബേസിസിൽ ഞാനൊരു അസറ്റ് പർച്ചേസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ബിസിനസ്സിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഹയർ പർച്ചേസിന് എൻ്റെ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ ഓണർഷിപ്പ് ആകത്തില്ല. എപ്പോഴാണോ ഞാൻ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് നടത്തി തീർക്കുന്നത് ആ ലാസ്റ്റ് ടൈമിൽ ഞാൻ എന്താവുള്ളൂ, അതിൻ്റെ ആ ഒരു അസറ്റിൻ്റെ റിയൽ ഓണർ ആവുള്ളൂ. അപ്പോൾ റിയൽ ഓണർ ആയതിനു ശേഷം മാത്രമേ സാധാരണഗതിയിൽ എന്ത് പറയാൻ പറ്റുള്ളൂ, നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഹയർ പർച്ചേസിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴാണോ ഒരു ബിസിനസ്സിലോട്ട് ഒരു അസറ്റ് ഹയർ പർച്ചേസ് ബേസിസിൽ പർച്ചേസ് ചെയ്തുകൊണ്ട് വരുന്നത് ആ ടൈം മുതൽ ഞാൻ അതിൻ്റെ ബെനിഫിഷ്യൽ ഓണർ ആണെന്ന് ഡീംഡ് ടു ബി എ ബെനിഫിഷ്യൽ ഓണർ എന്നുള്ളൊരു കൺസെപ്റ്റിൽ തുടക്കം മുതൽ എനിക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ ഡിപ്രീസിയേഷൻ ഓൺ അസറ്റ് പാർഷ്യലി ഓൺഡ് ബൈ ദ അസസി ഷാൾ ബി അലൗഡ് ടു ഹിം ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് ഷെയർ ഇൻ അസറ്റ്. ഡിപ്രീസിയേഷൻ അസറ്റ് പാർഷ്യലി ഓൺഡ് ബൈ ദ അസസി ഷാൾ ബി അലൗഡ് ടു ഹിം ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് ഷെയർ ഇൻ അസറ്റ്. മീനിങ് ഇതാണ്, ഒരു അസറ്റ് ഒരു 1,00,000 രൂപയുടെ അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 50,000 രൂപ എൻ്റെ കാശ്, 50,000 രൂപ ഫ്രണ്ടിൻ്റെ കാശുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു അസറ്റിന് ഒരു ഡിപ്രീസിയേഷൻ, ജസ്റ്റ് എക്സാമ്പിൾ 10% റേറ്റിലുള്ള അസറ്റ് ആണെന്നുണ്ടെങ്കിൽ 10,000 രൂപ ഡിപ്രീസിയേഷൻ വരും. 10,000-ൻ്റെ പകുതി 5,000 രൂപ എനിക്കും ബാക്കി 5,000 റുപ്പീസ് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഫ്രണ്ടിനും ക്ലെയിം ചെയ്യാൻ പറ്റും. പാർഷ്യലിയാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഇൻ കേസ് ഓഫ് സ്റ്റാൻഡ് ബൈ മെഷീനറി ആൻഡ് എമർജൻസി spares, the depreciation shall be allowed even if they are ready for use and not put to use. Okay, അതായത് ചില മെഷീനറിയുടെ കേസിന് എമർജൻസി സ്പേസിൻ്റെ കേസിൽ നമ്മളത് പുട്ട് യൂസ് ആക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ അസറ്റ് റെഡി ടു യൂസ് ആയിരുന്നാലും മതി. നമുക്ക് അതായത് ഒരു ഇമ്മീഡിയറ്റ് പർപ്പസിന് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അസറ്റ്സും സ്പേസും കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മുടെ കയ്യിലായിട്ടുണ്ട് അങ്ങനെ ഒരു അസറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള അസറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുടക്കം മുതലേ. അല്ലാന്നുണ്ടെങ്കിൽ അസറ്റ് എപ്പോഴാണോ റെഡി ടു യൂസ് ആവുന്നത്, ഉപയോഗിക്കാൻ കണക്കിന് നമ്മുടെ കയ്യിലാകുന്നത്, ആ റെഡി ആവുന്ന ടൈം മുതൽ നമുക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിപ്രീസിയബിൾ അസറ്റ്. ഡിപ്രീസിയബിൾ അസറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, ടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, 2 കാറ്റഗറി ഉണ്ട്. ദെൻ ടാഞ്ചിബിൾ അസറ്റ്സും ഇൻടാഞ്ചിബിൾ അസറ്റ്സും 2 കാറ്റഗറി ആയിട്ടാണ് ഡിപ്രീസിയബിൾ അസറ്റ്സിനെ ഇൻകം അണ്ടർ ദ ഹെഡ് PGBP തിരിച്ചിരിക്കുന്നത്. അതിൽ ടാഞ്ചിബിൾ അസറ്റ്സിനെ വീണ്ടും 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ബിൽഡിംഗ്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയാം. ഓക്കെ, ദെൻ ടാഞ്ചിബിൾ അസറ്റ്സ്, ബിൽഡിംഗ്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി. ദെൻ അഗെയിൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, സിമ്പിൾ കാറ്റഗറി, ഗുഡ് വില്ല്, പാറ്റൻറ്റ്, കോപ്പിറൈറ്റിൻ്റെ ഒക്കെ പോലുള്ള കാര്യങ്ങളാണ്. ദെൻ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകാം. മെത്തേഡ്സ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പോൾ അണ്ടർ സെക്ഷൻ 32 ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ നോക്കാം. മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ അതർ ദാൻ പവർ യൂണിറ്റിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ദ മെത്തേഡ് ഓഫ് computing depreciation as per Income Tax Act is entirely different from accounting method. For income tax purpose, assessee categories into block of asset. Okay, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞു, അണ്ടർ സെക്ഷൻ 32 ഡിപ്രീസിയേഷൻ പ്രകാരം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്ത് ഒരു അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന മെത്തേഡിലെ അല്ല, എൻറ്റയർലി ഡിഫറൻ്റ് ആണ് എന്ന് പറയുന്നത്. PGBPയിൽ ഇൻകം അണ്ടർ ദ ഹെഡ് PGBPയിൽ അണ്ടർ സെക്ഷൻ 32 പ്രകാരം അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഇൻഡിവിജ്വൽ അസറ്റിൻ്റെ കാറ്റഗറിയിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെ കാറ്റഗറിയിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ്? അതാണ് നമുക്ക് തൊട്ടടുത്ത് പറയാൻ പോകുന്നത്. Block of assets under section 2 subsection 11 means a group of assets of the same nature in respect of which same rate of depreciation is charged or satisfy the both 2 conditions. ഓക്കെ, ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ഇതാണ്. ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി സെയിം കാറ്റഗറി, സെയിം നാച്ചുറാലിറ്റിയുള്ള ഒരു സെറ്റ് ഓഫ് അസറ്റ്സ് ഉണ്ട്. ആ സെറ്റ് ഓഫ് അസറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ സെയിം ഡിപ്രീസിയേഷൻ റേറ്റ് ആയിരിക്കും. ഒരേ ഡിപ്രീസിയേഷൻ റേറ്റുള്ള, ഒരേ കാറ്റഗറിയിലുള്ള, ഒരേ നാച്ചുറാലിറ്റിയുള്ള അസറ്റ്സിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. or satisfy the below conditions. Asset must be same nature. Assets എല്ലാം എന്തായിരിക്കണം,
സെയിം നാച്ചർ ആയിരിക്കണം. ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അക്വയർഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/1998 14/2/1998 ശേഷമുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സിനും നോർമലി ഉള്ള ടാഞ്ചിബിൾ അസറ്റ്സിനും അത് ആപ്ലിക്കബിൾ ആണ്. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ സച്ച് അസറ്റ് മസ്റ്റ് ബി സെയിം. ഓക്കെ, അസറ്റ്സ് സെയിം കാറ്റഗറിയിലുള്ളതായിരിക്കണം, സെയിം നാച്ചുറാലിറ്റി ഉള്ളതായിരിക്കണം. ഇതിൻ്റെ ബ്ലോക്ക് ഓഫ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡിപ്രീസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ബ്ലോക്ക് ഓഫ് അസറ്റ് ഈക്വൽ ടു സെയിം റേറ്റ് പ്ലസ് സെയിം നാച്ചർ. ഓക്കെ, സിമ്പിൾ ഫോർ ഇക്വേഷൻ ആണ്. ബ്ലോക്ക് ഓഫ് അസറ്റ് ഈക്വൽ ടു സെയിം റേറ്റ് പ്ലസ് സെയിം നാച്ചർ. ഡിപ്രീസിയേഷൻ ഷാൾ ബി അലൗഡ് ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആസ് റേറ്റ് പ്രിസ്ക്രൈബ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളിവിടെ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് ഓഫ് അസറ്റ് മെത്തേഡിൽ WDV ആപ്ലിക്കേഷനോട് കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഡിപ്രീസിയേഷൻ അലൗഡ് വെൻ അസറ്റ് ഈസ് ആക്ച്വലി പുട്ട് ടു യൂസ് നോട്ട് റെഡി ടു യൂസ്. ഓക്കെ, നോർമലി ഇവിടെ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് പുട്ട് യൂസ് ആവുന്ന സിറ്റുവേഷൻ ആണ്. നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ദിവസം മുതൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, നോർമലി ഡിപ്രീസിയേഷൻ നമുക്ക് അലൗഡ് ആക്കി കൊടുക്കത്തില്ല. പക്ഷേ എന്നാണോ അസറ്റ് പുട്ട് യൂസ് ആക്കുന്നത് ആ ഡേറ്റ് മുതൽ നമുക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ദെൻ എക്സാക്ട് ഡിപ്രീസിയേഷൻ റേറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ബിൽഡിങ്ങിനെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 3 കാറ്റഗറിയിലും 5%, 10%, 40% എന്ന് പറയുന്നുണ്ട്. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് അതർ ദാൻ ഹോട്ടൽസ് ആൻഡ് ബോർഡിങ്ങിന് 5% ഡിപ്രീസിയേഷൻ ആണ്. നോൺ റെസിഡൻറ്റ് ബിൽഡിംഗ്, ഗോഡൗൺ, ഓഫീസ്, ഫാക്ടറി ഇൻക്ലൂഡിംഗ് ഹോട്ടൽ ആൻഡ് ബോർഡിങ്ങിൻ്റെ എന്ത് വരും, 10% ഡിപ്രീസിയേഷൻ റേറ്റ് ആണ്. ടെമ്പററി കൺസ്ട്രക്ഷൻ ഉള്ള ബിൽഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ 40% ആണ് ഡിപ്രീസിയേഷൻ. ദെൻ ഫർണിച്ചർ ഒറ്റ ഐറ്റേ ഉള്ളൂ. നമുക്കറിയാം ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നുള്ള 3 കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. അതിൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് 3 എണ്ണം ഉണ്ട്. അടുത്ത് ഫർണിച്ചർ എന്ന് പറയുന്നത് 10% ആണ്. 10% ഇനി ഫർണിച്ചർ ഇൻക്ലൂഡിങ് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ദെൻ 20% എന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി 20% ആണ്. ഓഷ്യൻ ഗോയിങ് ഷിപ്പ്, വെസൽ, സ്പീഡ് എല്ലാം പ്ലാന്റ് ആൻഡ് മെഷീനറി കാറ്റഗറിയാണ്. അതിന് 20% ഡിപ്രീസിയേഷൻ റേറ്റ്. പ്ലാന്റ് ആൻഡ് മെഷീനറി അടുത്തത് 30%. അത് മോട്ടോർ കാറാണ്, യൂസ്ഡ് ഫോർ ഹയറിംഗ് പർപ്പസസിന് ഉപയോഗിക്കുന്ന മോട്ടോർ കാറാണ്. അതിനകത്താണ് എന്ത് വരുന്നത്, ആ മോട്ടോർ കാറിൻ്റെ കാറ്റഗറിയിലാണ് ലോറീസ് ആൻഡ് ബസ്സസ് എല്ലാം വരുന്നത്. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി 30% ആണ് അടുത്ത കാറ്റഗറി വരുന്നത്. പ്ലാന്റ് ആൻഡ് മെഷീനറി 30% എഗെയിൻ വരുന്നത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ കാർ അതർ ദാൻ യൂസ്ഡ് ഇൻ എ ബിസിനസ് ഓഫ് റണ്ണിംഗ് ദം ഓൺ ഹയർ അക്യൂർഡ് ആൻഡ് പുട്ട് ടു യൂസ് ബിറ്റ്വീൻ 23/8/2019 ആൻഡ് 31/3/2020. ഓക്കെ, അതർ ദാൻ ഹയർ പർപ്പസിന് ഉപയോഗിച്ചിരിക്കുന്ന മോട്ടോർ കാറിൻ്റെ ഡിപ്രീസിയേഷൻ ആണ് നമുക്ക് 30% വീണ്ടും വരുന്നത്. അപ്പോൾ ഹയർ പർപ്പസിന് ഉപയോഗിക്കുന്നതും ഹയർ പർപ്പസിന് ഉപയോഗിക്കാത്തതായിട്ടുള്ള മോട്ടോർ കാർസിന് എന്ത് തന്നെയാണ്, 30% തന്നെയാണ് ഡിപ്രീസിയേഷൻ റേറ്റ്, ബ്ലോക്ക് ഓഫ് അസറ്റ് ഡിപ്രീസിയേഷൻ റേറ്റ്. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി 45%. Motor buses, motor lorries and motor taxis used in the business of running them on hire acquired and put to use between 23/8/2019 and 31/3/2020 വരുന്ന എന്താണ് 45% ഡിപ്രീസിയേഷൻ റേറ്റ് ആണ്. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി അടുത്തത് 40% ആണ്. കമ്പ്യൂട്ടർ ഇൻക്ലൂഡിങ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ബുക്സ് ഓൺഡ് ബൈ എ പ്രൊഫഷണൽ. പ്ലാന്റ് ആൻഡ് മെഷീനറിയിലാണ് അടുത്ത് വരുന്ന കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസും പ്രൊഫഷണൽസ് ഓൺ ചെയ്യുന്ന ബുക്സിൻ്റെ എല്ലാം ഡിപ്രീസിയേഷൻ റേറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി തന്നെയാണ്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 40% ആണ് ഡിപ്രീസിയേഷൻ റേറ്റ്. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എഗെയിൻ ഒരു 40% ഉണ്ട്. എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റിൻ്റെ കേസിൽ 40% ആണ് ഡിപ്രീസിയേഷൻ റേറ്റ് വരുന്നത്. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി അടുത്ത് എഗെയിൻ 15% ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. ഓയിൽ വെൽസിന് 15% ആണ് ഡിപ്രീസിയേഷൻ റേറ്റ് അണ്ടർ ദ Pgbp 32. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി 15% എഗെയിൻ ഇൻ ജനറൽ, അതായത് ജനറലി ഉള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി. നമ്മൾ മേളിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് പ്ലാന്റ് ആൻഡ് മെഷീനറീസ് ഉണ്ടായിരുന്നു. പ്ലാന്റ് ആൻഡ് മെഷീനറി സ്റ്റാർട്ട് ചെയ്ത് 20%, 30%, 30%, 45%, 40%, 40%, ദെൻ അഗെയിൻ ഒരു 15%. ദെൻ ലാസ്റ്റ് ഇൻ ജനറൽ നോർമലി പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനകത്ത് ഒരു റേറ്റ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലോ മേളിൽ പറയുന്ന കാറ്റഗറിയിൽ ഇല്ലാത്തൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി ആണോ വരുന്നതെന്നുണ്ടെങ്കിൽ 15% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് 25% ആണ് ഡിപ്രീസിയേഷൻ വരുന്നത്. അക്യൂർഡ് ആഫ്റ്റർ 31 March 1998. ഓക്കെ, 31/3/1998 ശേഷം അക്യൂർ ചെയ്തിരിക്കുന്ന ഇൻടാഞ്ചിബിൾ അസറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 25% ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നോട്ട് നമ്പർ 3 പറയുന്നുണ്ട്. നോട്ട് നമ്പർ 3 പറയുന്നത് ഈ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഏതൊക്കെയാണെന്നാണ്. പാറ്റന്റ്, നോഹോ, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ്, ഫ്രാഞ്ചൈസീസ് ആൻഡ് അതർ ബിസിനസ് ഓർ കൊമേഴ്സ്യൽ റൈറ്റ് ഓഫ് സിമിലർ നാച്ചുറൽ ഐറ്റംസ് ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ട് നമ്മളവിടെ കണക്കാക്കുന്നത്. ഓക്കെ, നോർമലി ഇത് കാണാതെ പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻസിലും അത് തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെ റേറ്റ് ഉറപ്പായിട്ടും കാണാതെ പഠിച്ചിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ദെൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ പറയുമ്പോൾ
ബിസിനസ് ഓഫ് ജനറേഷൻ ഓർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആണെന്നുണ്ടെങ്കിൽ, പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അസസിയുടെ ജോബ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെയിൻ കോർ ബിസിനസ് എന്നുണ്ടെങ്കിൽ അസസിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ഓപ്ഷൻ ഉണ്ട്. അസസിക്ക് ഒന്നുകിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ WDV റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. ഓക്കെ, അസസി എന്ന് പറയുന്നത് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആണെന്നുണ്ടെങ്കിൽ അസസിക്ക് എന്ത് ചെയ്യാം? ഒന്നീ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ ആസ് അക്കൗണ്ടിങ് ബേസിസിൽ, അക്കൗണ്ടിങ്ങിനകത്ത് എങ്ങനെയാണോ സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് അതേമാതിരി ഡിപ്രീസിയേഷൻ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ WDV റിട്ടേൺ ഡൗൺ വാല്യൂ ബേസിസിൽ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാം. ദെൻ അസസി വേറെ അസസി ആണെന്നുണ്ടെങ്കിൽ പവർ ജനറേഷനോ ഡിസ്ട്രിബ്യൂഷനോ അല്ല ഒരു അസസി ചെയ്യുന്നത്, ബാക്കിയുള്ള അസസി ആണെന്നുണ്ടെങ്കിൽ ആൾവേസ് ഫോളോ WDV മെത്തേഡ്. WDV മെത്തേഡ് ഫോളോ ചെയ്യാന്നുള്ള ഓപ്ഷൻ മാത്രമേ എന്ത് വരുന്നുള്ളൂ? ഒരു അസസിക്ക് വരുന്നുള്ളൂ. ദെൻ വരുന്നത് സിസ്റ്റം ഓഫ് ഡിപ്രീസിയേഷൻ. സിസ്റ്റം ഓഫ് ഡിപ്രീസിയേഷൻ്റെ കേസ് വരുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് WDV മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ഓഫ് അസറ്റ് സിസ്റ്റം ആണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ് ഒരു അസസി ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇൻഡിവിജ്വൽ അസറ്റ് സിസ്റ്റം ഷാൾ ബി അപ്ലൈ, ദാറ്റ് ഈസ് പവർ യൂണിറ്റ്സിനാണ്. വൺസ് അഗെയിൻ സിസ്റ്റം ഓഫ് ഡിപ്രീസിയേഷൻ എന്ന രണ്ട് മെത്തേഡിൽ നമുക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഒന്ന് WDV മെത്തേഡാണ്. WDV മെത്തേഡ് ക്ലെയിം ചെയ്യുന്ന അസസിക്ക് ഉറപ്പായിട്ടും ബ്ലോക്ക് ഓഫ് അസറ്റ് മെത്തേഡാണ്. എന്താണ് ബ്ലോക്ക് ഓഫ് അസറ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? സെയിം റേറ്റ് ഡിപ്രീസിയേഷൻ വരുന്ന സെയിം നാച്ചുറാലിറ്റിയുള്ള അസറ്റ്സിന്റെ ഗ്രൂപ്പിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്, ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ബ്ലോക്ക് ഓഫ് അസറ്റിന്റെ ബേസിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ WDV മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്തിരിക്കണം. ഇനി സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു അസസിയുടെ കാര്യം നമ്മൾ പറഞ്ഞുള്ളൂ. തൊട്ട് മുന്നത്തെ കേസ് നമ്മൾ പറഞ്ഞായിരുന്നു. ആരാണ്? ബിസിനസ് ഓഫ് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആണ് ഒരു അസസിയുടെ, പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഒരു അസസിയുടെ ജോലി എന്നുണ്ടെങ്കിൽ, ജോബ് എന്നുണ്ടെങ്കിൽ ആ അസസിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നീ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ WDV മെത്തേഡ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അസസിയുടെ ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഒരു അസസി ആണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ അസറ്റ് സിസ്റ്റമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു അസസിക്ക് ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അസറ്റ്സിൻ്റെ ബേസിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ആസ് ലൈക്ക് അക്കൗണ്ടിങ്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് എങ്ങനെയാണോ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ആ സെയിം മെത്തേഡിൽ നമുക്കിവിടെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെ കേസ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ് നോക്കാം. ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെ ബേസിൽ റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എല്ലാം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ദെൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ, അതൊന്ന് വെച്ചിട്ട് നമുക്ക് പോകാം. WDV ഓഫ് ദ ബ്ലോക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്രീവിയസ് ഇയർ. ഒരു പ്രീവിയസ് ഇയറിൻ്റെ തുടക്കത്തിൽ ബ്ലോക്കിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ബാലൻസ് എത്ര രൂപ ഉണ്ടെന്ന് നോക്കുക ക്വസ്റ്റ്യനിൽ. ദെൻ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് അസറ്റ്സ് അക്വേർഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഈ സെയിം ബ്ലോക്കിൽ വരുന്ന WDVൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. റിട്ടേൺ ഡൗൺ വാല്യൂ ഓൺ ഓപ്പണിംഗ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ പ്രീവിയസ് ഇയറിൽ സെയിം ബ്ലോക്കിനകത്ത് വരുന്ന, അതായത് സെയിം ബ്ലോക്ക് എന്ന് പറയുമ്പോൾ സെയിം ഡിപ്രീസിയേഷൻ റേറ്റ്, സെയിം നാച്ചുറാലിറ്റി ഉള്ള അസറ്റ്സ് നമ്മൾ ഏതൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ആ അസറ്റ്സ് എല്ലാം നമുക്ക് ആഡ് ചെയ്തെടുക്കുക. ആഡ് ചെയ്തെടുക്കുന്നതിന് നമ്മൾ X എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് വാല്യൂ ഓഫ് WDV പ്ലസ് അഡീഷണൽ അസറ്റ്സ് പർച്ചേസ്ഡ് നമ്മൾ എടുത്തു. ദെൻ വരുന്നത് ലെസ് സെയിൽസ് പ്രൊസീഡിങ്സ് ഓഫ് അസറ്റ്സ്. ആ ഒരു സെയിം ബ്ലോക്കിൽ നിന്നും ഒരു വർഷം നമ്മൾ വിറ്റിരിക്കുന്ന അസറ്റ്സ് സെയിൽസ് പ്രൊസീഡിങ്സ് ആണ്, അത് ലെസ് ചെയ്യുക. അത് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ ഓൺ ക്ലോസിംഗ് ഡേറ്റ്. ഓക്കെ, ക്ലോസിംഗ് ഡേറ്റിൽ നമുക്ക് കിട്ടുന്ന WDV വാല്യൂ. ഈ Z എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന WDV വാല്യൂവിനാണ് നമ്മൾ ആ വർഷം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. ലെസ് ഡിപ്രീസിയേഷൻ ആസ് ഓൺ Z. ഓക്കെ, എത്ര സെർട്ടൈൻ പെർസെൻറ്റ്, ഇപ്പോൾ 10% ബ്ലോക്കിലുള്ള അസറ്റ്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇസഡിൻ്റെ കേസിൽ നമുക്ക് എന്താണോ വാല്യൂ കിട്ടുന്നത് അതിൻ്റെ 10% ഡിപ്രീസിയേഷനായിട്ട് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലെസ് ചെയ്യുക. അപ്പോൾ ഓപ്പണിംഗ് WDV ഓഫ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ നെക്സ്റ്റ് ഇയർ നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ക്ലോസിംഗ് ഡേറ്റിലെ WDV കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ടാക്സ് കമ്പ്യൂട്ടേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ കേട്ടപ്പോൾ അത് സിമ്പിളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓപ്പണിംഗ് WDV, ആഡ് പർച്ചേസസ്, ലെസ് സെയിൽസ്. അപ്പോൾ കിട്ടുന്ന WDV എമൗണ്ടിൻ്റെ എത്രയാണോ പെർസെൻറ്റേജ് സർട്ടൈൻ ഡിപ്രീസിയേഷൻ റേറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്ത് ലെസ് ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് WDV ഫോർ ഫസ്റ്റ് ഡേ ഓഫ് ദ നെക്സ്റ്റ് ഇയർ നമുക്ക് കിട്ടും. ഓക്കെ, കറക്റ്റാണ്. പക്ഷേ why, that is sales proceedings exceeds the excess shall be treated as ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. വൈ എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസ് പ്രൊസീഡിങ്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് നമ്മളിൽ മുഴുവനായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള അസറ്റ്സിൻ്റെ വിലയാണ്. അതായത് WDV വാല്യൂ ഓൺ ഓപ്പണിംഗ് ഡേറ്റും പർച്ചേസസും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനേക്കാൾ കൂടുതലാണ് സെയിൽസ് എങ്കിൽ, ഓക്കെ, ഇഫ് y ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് ആണെന്നുണ്ടെങ്കിൽ ആ എക്സസ് എമൗണ്ടിന് എത്രയാണ് എക്സസ് എമൗണ്ട് വരുന്നത് ആ എമൗണ്ട് നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് നമ്മൾ ടാക്സ് ചെയ്യേണ്ടത്, കണക്കാക്കേണ്ടത്. ഇൻകം അണ്ടർ ദ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യണം. ദെൻ വെൻ ഇസഡ്
that is block value before depreciation is positive. Okay, Z എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, but block does not have any asset. In such a case, such positive value will be treated as short term capital loss. ഓക്കെ, ഈ ഒരു അസറ്റിനകത്ത് ഈ ഒരു ബ്ലോക്കിനകത്ത് ഒരു അസറ്റ്സ് നിലവിലില്ല, നമ്മൾ എല്ലാ അസറ്റ്സുകളും വിറ്റ് കഴിഞ്ഞു, ഈ ബ്ലോക്ക് ഇല്ല, പക്ഷേ ബ്ലോക്കിൻ്റെ വാല്യൂ പോസിറ്റീവായിട്ട് നിൽപ്പുണ്ട്. അതായത് ഇസഡ് എന്ന് പറയുന്ന പൊസിഷനിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് വാല്യൂ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റിനകത്ത് എന്ത് പറയുന്നുണ്ട്, കൃത്യമായിട്ട് അസറ്റ് ആ ഒരു ബ്ലോക്ക് ഓഫ് അസറ്റിനകത്ത് ഒരു അസറ്റും ഇല്ല, എല്ലാ അസറ്റും സോൾഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് സീറോ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലോക്കിനകത്ത് ഒരു അസറ്റും കണ്ടെയ്ൻ ചെയ്യുന്നില്ല. പക്ഷേ ബ്ലോക്ക് വാല്യൂ ഇസഡ് എന്ന് പറയുന്ന പൊസിഷനിൽ നമുക്ക് പോസിറ്റീവ് ഫിഗർ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കിട്ടുന്ന പോസിറ്റീവ് ഫിഗറിനെ പൂർണ്ണമായിട്ട് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. ഇതാണ് സിംപ്ലി ഡിപ്രീസിയേഷൻ്റെ കമ്പ്യൂട്ടേഷൻ അണ്ടർ സെക്ഷൻ 32. ദെൻ where under section 32 subsection 1 പറയുന്നത് an asset is acquired by an assessee during the previous year and is put to use in the same previous year for less than 180 days, then depreciation in respect of such asset is restricted to 50% of normal depreciation. Okay, എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് മേടിച്ച് ആ വർഷം തന്നെ പുട്ട് യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് 2019-20 നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ആണ്, 2019-20 നമ്മുടെ ഒരു അസറ്റ് മേടിക്കുകയും 19-20 തന്നെ അസറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പുട്ട് യൂസ് ആക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വർഷം ലെസ് ദാൻ 180 ഡേയ്സേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ അസറ്റ് പുട്ട് യൂസ് ആക്കുന്നുള്ളൂ. അസറ്റ്സ് പുട്ട് യൂസ് ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 20% ഡിപ്രീസിയേഷൻ ഉള്ള അസറ്റാണ് നമുക്ക് അങ്ങനെ ചെയ്തെങ്കിൽ 20% ഡിപ്രീസിയേഷൻ നമുക്ക് ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അതിൻ്റെ പകുതി 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്താൽ മതി, ഹാഫ് റേറ്റ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് 50% ഓഫ് നോർമൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. ഫോർ എബോവ് ഡേറ്റ് ഓഫ് പർച്ചേസ് ഹാസ് നോ റെലവൻസ്. ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, റിലവൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ അല്ല. അതായത് പർച്ചേസ് ചെയ്ത ഡേറ്റ് എല്ലാം അല്ല നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത്. എന്നാണോ അസറ്റ് ഒരു പുട്ട് യൂസ് ആക്കുന്നത് ആ ഡേറ്റ് മുതലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡേറ്റ് ഓഫ് സെയിൽ ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ. If asset is acquired during the current year and not put to use, then the depreciation shall not be allowed for such asset, but the asset should be added to the block of asset. Okay, അപ്പോൾ നോർമലി ഒരു അസറ്റ് നമ്മൾ മേടിക്കുന്ന വർഷം എന്ത് ചെയ്യുന്നില്ല, പുട്ട് യൂസ് ആക്കുന്നില്ല. പക്ഷേ അടുത്ത വർഷം പുട്ട് യൂസ് ആക്കുന്നുള്ളത് നമ്മൾ അടുത്ത വർഷമേ നമ്മൾ പുട്ട് യൂസ് ആക്കുകയുള്ളൂ. പക്ഷേ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന വർഷം നമ്മൾ ബ്ലോക്ക് ഓഫ് അസറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ബാക്ക് ചെയ്യുകയും വേണം. ഓക്കെ, ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. പർച്ചേസ് ചെയ്ത അസറ്റിന് നമ്മൾ ബ്ലോക്ക് ഓഫ് അസറ്റ്സിൽ കാണിക്കണം. പക്ഷേ പുട്ട് യൂസ് ആക്കുന്ന വർഷം ഏതാണോ ആ വർഷം മുതലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അസറ്റ്സിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. WDV ഓഫ് ദ ബ്ലോക്ക് ഓഫ് ഡിപ്രീസിയേഷൻ. ഓക്കെ, ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ കാണുന്ന സമയത്ത് WDV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സ് അക്യൂർഡ് ബട്ട് നോട്ട് പുട്ട് ടു യൂസ്. ഓക്കെ, അസറ്റ്സ് അക്യൂർഡ് ബട്ട് നോട്ട് പുട്ട് ടു യൂസ് ആയിട്ടുള്ള ഒരു ഐറ്റം നോക്കണം. ആ ഒരു ബ്ലോക്കിനകത്ത് ഒരു ബ്ലോക്കിൻ്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിന്മേലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ XYZ എന്ന് മാർക്ക് ചെയ്യുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഇസഡിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇസഡിൻ്റെ പൊസിഷനിൽ നമുക്ക് കിട്ടുന്ന വാല്യൂവിനകത്ത് അസറ്റ്സ് അക്യൂർഡ് ബട്ട് നോട്ട് പുട്ട് യൂസ് ആയിട്ടുള്ളൊരു സംഗതി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. ഇസഡിൻ്റെ വാല്യൂവിൽ നിന്നും എത്ര രൂപയുടെ അസറ്റ്സ് ആണോ നമ്മൾ പുട്ട് യൂസ് അല്ലാത്ത അസറ്റ് എഴുതിയിരിക്കുന്ന ആ എമൗണ്ട് ലെസ് ചെയ്ത് കളയുക. അത് ലെസ് ചെയ്ത് കളയുന്നതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ടിനകത്ത് കോസ്റ്റ് ഓഫ് അസറ്റ്സ് യൂസ്ഡ് ഫോർ ലെസ് ദാൻ 180 ഡേയ്സ് നമ്മൾ നോക്കണം. ഓക്കെ, കോസ്റ്റ് ഓഫ് അസറ്റ് യൂസ്ഡ് ഫോർ ലെസ് ദാൻ 180 ഡേയ്സ്, 180 ദിവസത്തിൽ താഴെ ഒരു വർഷത്തിൽ മേടിച്ച് ആ വർഷത്തിൽ തന്നെ പുട്ട് യൂസ് ആക്കിയിരിക്കുന്ന അസറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ ആ അസറ്റിന് നമ്മൾ ഹാഫ് ഡിപ്രീസിയേഷൻ കൊടുക്കണം, ഹാഫ് റേറ്റ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഹാഫ് റേറ്റ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട അസറ്റാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത് അസറ്റ് നമ്മൾ മാറ്റുക. അതിനുശേഷം എത്ര രൂപയുടെ അസറ്റാണോ ഹാഫ് ഇയർ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളത് ആ അസറ്റ്സിന് ഹാഫ് ഇയർ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് എമൗണ്ട് എത്രയുണ്ടോ അത്രയും ബാലൻസ് എമൗണ്ടിനും ഫുൾ റേറ്റ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഇങ്ങനെയാണ് നമുക്ക് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഡിപ്രീസിയേഷൻ WDV വാല്യൂ കിടപ്പുണ്ട്. WDV ഓഫ് ബ്ലോക്ക് ഓഫ് ഡിപ്രീസിയേഷൻ, ബ്ലോക്ക് ഓഫ് അസറ്റ് കിട്ടുമ്പോൾ അസറ്റ്സ് അക്യൂർഡ് ബട്ട് നോട്ട് പുട്ട് യൂസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ, അസറ്റ് അക്യൂർഡ് ബട്ട് നോട്ട് പുട്ട് യൂസ് ആയിട്ടുള്ള അസറ്റ് ഉണ്ടോ എന്ന് നോക്കുക, അതിനെ മാറ്റുക. അതിന് ഡിപ്രീസിയേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ദെൻ അടുത്ത് നമ്മൾ നോക്കേണ്ടത് കോസ്റ്റ് ഓഫ് അസറ്റ് യൂസ്ഡ് ഫോർ ലെസ് ദാൻ 180 ഡേയ്സ്, 180 ദിവസത്തിൽ താഴെ നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റ്സ് ഉണ്ടെങ്കിൽ ആ അസറ്റ്സിൻ്റെ കോസ്റ്റിന് ഹാഫ് റേറ്റ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ ആ ഫുൾ ബാലൻസ് എമൗണ്ടിലും ഫുൾ റേറ്റ് ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ഡിപ്രീസിയേഷൻ കാണേണ്ടത്. ഓക്കെ, ദെൻ
Under section 32 subsection 111A, additional depreciation. Additional depreciation case എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ assessee എന്ന് പറയുന്നത് engaged in the business of manufacture of any article or generation, transmission of distribution of power. Okay, power generation ആണ് ഒരു assessee ജോബ് ആണെന്നുണ്ടെങ്കിൽ additional depreciation എന്ന് പറയുന്നത് 20% allowed on plant and machinery. പവർ ജനറേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അസസി ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് നോർമലി ഉള്ള ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെ കേസിൽ ഡിപ്രീസിയേഷൻ ലഭിക്കും. ആ ഡിപ്രീസിയേഷന് പുറമെ എക്സ്ട്രാ ഒരു 20% കൂടെ എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സ്ക്ലൂഡിങ് ദ ഫോളോയിങ്. സെക്കൻഡ് ഹാൻഡ് മെഷീനറി ആവാൻ പാടില്ല. ഓക്കെ, ഫ്രഷ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുന്ന അസസിക്ക് അഡീഷണൽ 20% റിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ എക്സ്ക്ലൂഡിംഗ് ദ ഫോളോയിങ്, സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആവാൻ പാടില്ല. എനി പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾഡ് ഇൻ ഓഫീസ് പ്രിമൈസസ് ഓർ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ആവാൻ പാടില്ല. ഓഫീസ് ഏരിയയിലോ റെസിഡൻഷ്യൽ അക്കോമഡേഷനിലോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി ആവാൻ പാടില്ല. ഇറ്റ് ഹാസ് ടു ബി ഇൻസ്റ്റാൾഡ്, ദാറ്റ് പർട്ടിക്കുലർ പ്ലാന്റ് ആൻഡ് മെഷീനറി ഹാസ് ടു ബി ഇൻസ്റ്റാൾഡ് ഓൺ ഫാക്ടറി ഏരിയ. ദെൻ ഷിപ്സ്, എയർക്രാഫ്റ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ആകാൻ പാടില്ല. പ്ലാന്റ് ആൻഡ് മെഷീനറി ഓൺ വിച്ച് 100% ഡിഡക്ഷൻ അലൗഡ്, 100% ഡിഡക്ഷൻ അലോ ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിയും ആകാൻ പാടില്ല. ഇതൊന്നും അല്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറിയാണ് അസസി എൻഗേജ് ചെയ്തിരിക്കുന്നത്. എന്താണ്, പവർ ജനറേഷൻ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ആണ്, ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ അസസിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ നോർമലി ഒരു ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെ ബേസിൽ ഡിപ്രീസിയേഷൻ കിട്ടും, പ്ലസ് ഒരു 20% ഡിപ്രീസിയേഷൻ കൂടി എക്സ്ട്രാ കിട്ടും. ദെൻ അഡീഷണൽ ഡിപ്രീസിയേഷൻ ഈസ് അലൗഡ് ഓൺലി ഇൻ ദ ഫസ്റ്റ് ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് പുട്ട് ടു യൂസ്. ഓക്കെ, അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുന്നത്, അഡീഷണൽ ഡിപ്രീസിയേഷൻ ഈസ് അലൗഡ് ഓൺലി ഇൻ ദ ഫസ്റ്റ് ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് പുട്ട് യൂസ്. ഏത് വർഷമാണോ അത് പുട്ട് യൂസ് ആക്കുന്നത് ആ ഒരു വർഷം മാത്രമേ. അസറ്റ് പർച്ചേസ് ചെയ്തത് ഇറലവൻ്റ് ആണ്, പക്ഷേ അസറ്റ് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുന്ന പുട്ട് യൂസ് ആക്കുന്ന വർഷം, ഏത് വർഷമാണോ അത് പുട്ട് യൂസ് ആക്കുന്നത് ആ പുട്ട് യൂസ് ആക്കുന്ന ഒരു ഇയറിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇഫ് പുട്ട് യൂസ് ഫോർ ലെസ് ദാൻ 180 days, then 10% ഡിപ്രീസിയേഷൻ ഷാൾ ബി അലൗഡ്. ദാറ്റ് ഈസ് 20% ആണ് എക്സ്ട്രാ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന വർഷം തന്നെ പുട്ട് യൂസ് ആക്കുന്നുണ്ട്. ആ പുട്ട് യൂസ് ആക്കുന്നത് ലെസ് ദാൻ 180 days ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലെസ് ദാൻ 180 days ആയതുകൊണ്ട് എക്സ്ട്രാ ഡിപ്രീസിയേഷൻ കിട്ടുന്നതും 20% കിട്ടത്തില്ല, ഒരു 10% ഡിപ്രീസിയേഷനെ കിട്ടുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതൊക്കെ അഡീഷണൽ ഡിപ്രീസിയേഷൻ 35% available if undertaking is set up on or after 1/4/2015 in the notified backward area of Bihar, Andhra Pradesh, Telangana and West Bengal for manufacturing or any article. ഓക്കെ, എന്തെങ്കിലും ആർട്ടിക്കിൾ മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 1/4/2015 ശേഷമാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്, അത് ബിസിനസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയ ആയിട്ടുള്ള ബീഹാറിൻ്റെയോ ആന്ധ്രാപ്രദേശിൻ്റെയോ തെലങ്കാനയുടെയോ വെസ്റ്റ് ബംഗാളിലുള്ള നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയയിൽ അങ്ങനെ ഒരു ബിസിനസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 20% ഡിപ്രീസിയേഷന് പകരം അവിടെ 35% ഡിപ്രീസിയേഷൻ, അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതും എപ്പോൾ മാത്രമേ ഉള്ളൂ, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അസറ്റ് പർച്ചേസ് ചെയ്ത് പുട്ട് യൂസ് ആക്കുന്ന ഫസ്റ്റ് ഇയറിൽ ഒരു വർഷത്തേക്ക് മാത്രമേ അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അഡീഷണൽ ഡിപ്രീസിയേഷൻ ഇയർ ബൈ ഇയർ കിട്ടത്തില്ല. അണ്ടർ സെക്ഷൻ 32 ഡിപ്രീസിയേഷൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇയർ ബൈ ഇയർ ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെ ബേസിൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അഡീഷണൽ ഡിപ്രീസിയേഷൻ 20% ആകട്ടെ 35% ആകട്ടെ അസറ്റ് പർച്ചേസ് ചെയ്ത് പുട്ട് യൂസ് ആക്കുന്ന ഫസ്റ്റ് ഇയറിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ business of printing and publishing amounts to manufacture of or production of an article or thing and therefore eligible for additional depreciation. printing and publishing manufacturing or production of any article നടത്തുന്ന എല്ലാ അസസികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ ഡിപ്രീസിയേഷൻ 35% ക്ലെയിം ചെയ്യാൻ പറ്റും. അഡീഷണൽ ഡിപ്രീസിയേഷൻ ഈസ് അലൗഡ് ഓൺലി ഇഫ് അസസി ഫോളോസ് WDV മെത്തേഡ്. ഓക്കെ, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഫോളോ ചെയ്യുന്ന അസസിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ പറയുന്നത് അഡീഷണൽ ഡിപ്രീസിയേഷൻ 20% അല്ലെങ്കിൽ 35% ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ടു പവർ യൂണിറ്റ്സ് ഇഫ് ദേ ഫോളോ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. ഒരു പവർ യൂണിറ്റ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്, ആ പവർ യൂണിറ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്ന ഡിപ്രീസിയേഷൻ, അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ
സ്ലംബ് സെയിൽ. സ്ലംബ് സെയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സ്ലംബ് സെയിലിൻ്റെ കൺസെപ്റ്റ് മാത്രം പറയാം, പ്രോബ്ലംസ് ഒന്നും ചോദിക്കാറില്ല. സ്ലംബ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ കുറേ അസറ്റ്സ് വിൽക്കുന്ന സിറ്റുവേഷനാണ്. സ്ലംബ് സെയിൽ എന്ന് പറയുമ്പോൾ ഹോളായിട്ട് അങ്ങ് വിൽക്കുന്നതാണ്. ഓരോ അസറ്റും, ഇപ്പോൾ ഒരു 10 അസറ്റ് ഉണ്ടെന്നിരിക്കട്ടെ, ഓരോ അസറ്റിനും ഇത്ര രൂപ എന്നുള്ള വില ഇട്ടതിന് ശേഷമാണ് നമ്മൾ അസറ്റ്സ് പുറത്ത് കൊടുക്കുന്നത്. പക്ഷേ സ്ലംബ് സെയിൽ, അണ്ടർ സ്ലംബ് സെയിലാണെന്നുണ്ടെങ്കിൽ ഫുൾ അസറ്റിനും ടോട്ടലി ഇത്ര രൂപയെ വിലയുള്ളൂ എന്നുള്ളൊരു ടോട്ടൽ വാല്യൂവിൻ്റെ ബേസിൽ വിൽക്കുന്നതാണ്, അസറ്റ്സ് വിൽക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്ലംബ് സെയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, സ്ലംബ് സെയിലിൻ്റെ കൺസെപ്റ്റ് മാത്രം നോക്കിയാൽ മതി. ഇറ്റ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് അണ്ടർടേക്കിംഗ് ഫോർ എ ലംസം കൺസിഡറേഷൻ വിത്തൗട്ട് അസൈനിങ് ദ വാല്യൂ to individual assets of such undertakings, computation of written down value of block of assets in case of slump sale. ഓക്കെ, എന്താ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയാണ് കാര്യം. ഒരു ലംസം എമൗണ്ട് കൺസിഡറേഷന് ഒരു അണ്ടർടേക്കിങ്ങിൻ്റെ എല്ലാ അസറ്റ്സിനെയും കൂടെ ഒരുമിച്ച് വിൽക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്ലംബ് സെയിൽ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ അസറ്റ്സിന് നമ്മൾ വാല്യൂ ഇടാറില്ല, അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡിപ്രീസിയേഷൻ ഇൻ കേസ് ഓഫ് പവർ യൂണിറ്റ്സ്. ഡിപ്രീസിയേഷൻ ഇൻ കേസ് ഓഫ് പവർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ആൻ അണ്ടർടേക്കിംഗ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് generation and distribution of power unit have 2 options. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഒരു അസസി നടത്തുന്നതെന്നുണ്ടെങ്കിൽ, ഡീൽ ചെയ്യുന്ന ബിസിനസ് എന്നുണ്ടെങ്കിൽ ആ അസസിക്ക് ഒന്നുകിൽ ആ പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ അസറ്റ്സിന് ഒന്നുകിൽ റിട്ടേൺ ഡൗൺ വാല്യൂ ഫോളോ ചെയ്യാം, ഇല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്യാം. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അസറ്റ്സ് വാല്യൂ ചെയ്യേണ്ടി വരും. അല്ല അത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് അറ്റ് ദ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഓൺ ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റ്, നോട്ട് ഓൺ ബ്ലോക്ക് ഓഫ് വാല്യൂ. ഇൻഡിവിജ്വൽ അസറ്റ്സിൻ്റെ ബേസിലാണ് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ വാല്യൂ ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. WDV മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അണ്ടർ സെക്ഷൻ 32 ഡിപ്രീസിയേഷൻ നമ്മൾ ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെ ബേസിൽ എങ്ങനെയാണോ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് ആ സെയിം ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെയും ഡിപ്രീസിയേഷൻ കാണുന്നത്. Then additional depreciation is not available to assessee who claim depreciation as per straight line method. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അണ്ടർ സെക്ഷൻ 32 സബ്സെക്ഷൻ 1 പ്രകാരം അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടും. 20% ഡിപ്രീസിയേഷനും പ്ലാന്റ് ആൻഡ് മെഷീനറി ന്യൂലി അക്യൂർഡ് ആൻഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സിറ്റുവേഷനിൽ 20% എന്ത് കിട്ടും, അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടും. അതല്ല നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയ ബീഹാറിലെയും വെസ്റ്റ് ബംഗാളിലേക്ക് ആന്ധ്രാപ്രദേശിലേക്ക് നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയയിലാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനി ആർട്ടിക്കിൾ പ്രൊഡക്ഷൻ ആണ് അവരുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, അപ് ടു 35% വരെ അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ അവർ റിട്ടേൺ ഡൗൺ വാല്യൂ തന്നെ എന്ത് ചെയ്തിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം. പക്ഷേ ഒരു അസസി സ്ട്രൈറ്റ് ലൈൻ വാല്യൂ എന്നുണ്ടെങ്കിൽ ആ അസസിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. Then, if assessee follows straight line method, asset acquired after 31st March 1997, then loss on transfer of such asset is treated as terminal depreciation. Okay, terminal depreciation. ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ലോസിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ ടെർമിനൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ടെക്നിക്കൽ ടേം കൊണ്ടാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോക്കി, ടെർമിനൽ ഡിപ്രീസിയേഷൻ ഈക്വൽ ടു പോസിറ്റീവ് വാല്യൂ ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് അസറ്റ് മൈനസ് സെയിൽസ് വാല്യൂ ഓർ സ്ക്രാപ്പ് വാല്യൂ. റിട്ടേൺ ഡൗൺ വാല്യൂവിൽ നിന്നും സ്ട്രൈറ്റ് ലൈൻ വാല്യൂ സെയിൽസ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ലെസ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ടെർമിനൽ ഡിപ്രീസിയേഷൻ എന്ന് പറയാൻ പറ്റും. ടെർമിനൽ ഡിപ്രീസിയേഷൻ ഈസ് റിട്ടേൺ ഓഫ് ഇൻ ദ ബുക്സ് ഓഫ് അസറ്റ്. ബുക്സ് ഓഫ് അസറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ടെർമിനൽ ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തുകൊണ്ട് റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, ദെൻ to profit on transfer of such asset to the maximum of accumulated depreciation shall be treated as balancing charge. Okay, profit on transfer of such asset to the maximum of accumulated depreciation is treated as balancing charge. അപ്പോൾ loss on transfer of such asset നമ്മൾ terminal depreciation എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു. Profit on sale of that particular asset നമുക്ക് balancing charge എന്ന് ട്രീറ്റ് ചെയ്യുന്നു. The difference between sales price and actual cost shall be treated as capital gain. Okay, the difference between sales price and actual cost shall be treated as capital gain. Balancing charge നോക്കാം. Balancing charge എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ഓഫ് WDV ഓഫ് അസറ്റ് മൈനസ് സെയിൽസ് വാല്യൂ പ്ലസ് സ്ക്രാപ്പ് വാല്യൂ. സെയിൽസ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂവിൽ നിന്നും WDV അസറ്റ് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് ഫിഗർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, WDV വാല്യൂ ഓഫ് അസറ്റ് മൈനസ് സെയിൽസ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമുക്ക് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആണ്. ആ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടെക്നിക്കൽ ടേം ആണ് ബാലൻസ് ചാർജ്. ഹൗവർ ദ ബാലൻസിങ് ചാർജ് കനോട്ട് എക്സീഡ് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ക്ലെയിംഡ് ഓൺ സച്ച് അസറ്റ്. ഒരു അസറ്റിന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സെയിൽ ചെയ്യുന്ന അസറ്റ്സിന്
നമുക്ക് എത്രയാണോ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിരിക്കുന്നത് അതിനേക്കാൾ കൂടാൻ പാടില്ല നമ്മൾ ഇതിനകത്ത് കമ്പ്യൂട്ട് ചെയ്യുന്ന ബാലൻസിങ് ചാർജ് എമൗണ്ട്. അതാണ് ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ. ഓക്കെ, ഇതിനുള്ളിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അസറ്റ് വാങ്ങിയതിനേക്കാളും കോസ്റ്റ് ഓഫ് സച്ച് അസറ്റിനേക്കാൾ കൂടുതൽ എമൗണ്ടിനാണ് നമ്മൾ അസറ്റ്സ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, സെല്ലിംഗ് പ്രൈസ് എന്നുണ്ടെങ്കിൽ, ജസ്റ്റ് എക്സാമ്പിൾ 25 ലാഖിന് മേടിച്ചൊരു അസറ്റ് 30 ലാഖിനാണ് നമ്മൾ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ എക്സസ് ആക്ച്വൽ കോസ്റ്റ് 25 ലാഖും വിൽക്കുന്ന എമൗണ്ട് 35 ആണ്. അപ്പോൾ 30 ലാഖാണ്. അപ്പോൾ എക്സസ് ഒരു 5 lakh റുപ്പീസ് നമുക്ക് എക്സ്ട്രാ ജനറേറ്റ് ഉണ്ടാകുന്നത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. Under section 32 subsection 2 unabsorbed depreciation. Okay, നമ്മൾ ഡിപ്രീസിയേഷൻ കഴിഞ്ഞതിന് ശേഷം unabsorbed depreciation ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ unabsorbed depreciationന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, PGBP ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ബിസിനസ് ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റിനകത്ത് നമുക്ക് ഒരു വർഷം അണ്ടർ സെക്ഷൻ 32 ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് ലെസ് ചെയ്യാൻ ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് ഇല്ലാത്ത സിറ്റുവേഷൻസ് വരും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ഒരു 1 lakh rupees ആണ് നെറ്റ് പ്രോഫിറ്റ്, നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 1,25,000 rupees ആയിരിക്കും. അപ്പോൾ 1 ലക്ഷം രൂപയുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഒരു കാരണവശാലും 1,25,000 രൂപയുടെ നമുക്ക് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 25,000 rupees നമുക്ക് ലെസ് ചെയ്ത് കളയാൻ പറ്റാത്ത ഡിപ്രീസിയേഷൻ ആയിട്ട് നിൽക്കും. ആ ഡിപ്രീസിയേഷൻ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടാക്സ് ട്രീറ്റ്മെന്റ്. If depreciation still remains unabsorbed, it can be carried forward for indefinite period and can be set off against any income except casual income and salaries of the assessee. Okay, ഈ ഒരു അസസ്സിയുടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വർഷത്തെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡെഫിനിറ്റ് പീരീഡിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്ന പ്രോസസ്സിനകത്ത് വരുമ്പോൾ ആ ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് പ്രോസസ്സിൽ നമുക്ക് ഒരു കേസ് എന്ന് പറയുന്നത് ക്യാഷ്വൽ ഇൻകത്തിൽ നിന്നും സാലറീസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഈ വർഷം 25,000 റുപ്പീസിൻ്റെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഈ 25,000 റുപ്പീസിൻ്റെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ നമുക്ക് നെക്സ്റ്റ് ഇയറിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ട് ചെല്ലുന്ന സമയത്ത് ആ നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ക്യാഷ്വൽ ഇൻകത്തിൽ നിന്നും സാലറീസിൽ നിന്നും ഒഴികെ വേറെ ഏതൊരു ഇൻകത്തിൽ നിന്നും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 25,000 റുപ്പീസ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സെറ്റ് ഓഫ് ചെയ്യേണ്ട ഓർഡർ ഇങ്ങനെയാണ്. കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ഫസ്റ്റ് ലെസ് ചെയ്യേണ്ടി വരും. ഒരു വർഷത്തെ ഇപ്പോൾ 2020 ആണെന്നുണ്ടെങ്കിൽ 2019-20 പ്രീവിയസ് ഇയർ നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2019-20 പ്രീവിയസ് ഇയറിൽ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ നമ്മൾ ഫസ്റ്റ് ലെസ് ചെയ്യണം. രണ്ടാമത് നമുക്ക് വേണ്ടത് ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസസ് ലെസ് ചെയ്യണം. മൂന്നാമത് നമുക്ക് വേണ്ടത് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാം ലാസ്റ്റ്. ഓക്കെ, ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നത്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് under section 32 AD investment in new plant and machinery in backward area. ഓക്കെ, നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൻ്റെയോ ബീഹാറിൻ്റെയോ തെലങ്കാനയുടെ വെസ്റ്റ് ബംഗാളിൻ്റെയോ നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയയിൽ നമ്മൾ പുതിയൊരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ നോർമലി നമുക്ക് അഡീഷണൽ ഡിപ്രീസിയേഷനെ കിട്ടും. ഒരു 35% അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടും. അതിന് പുറമെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു 15% ഡിഡക്ഷൻ കൂടി ക്ലെയിം ചെയ്യാൻ പറ്റും. Okay, eligible assessee. Every assessee setting up an undertaking for manufacture or production of an article on or after 1/4/2017 in any notified backward area of Andhra Pradesh, Bihar, Telangana and West Bengal. ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലങ്കാന, വെസ്റ്റ് ബംഗാളിലെ ഏതെങ്കിലും നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയയിൽ 1/4/2015 ശേഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബിസിനസ് യൂണിറ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 32 AD ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 15% ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഇൻസ്റ്റാൾഡ് ഡ്യൂറിംഗ് 1/4/2015 to 31st March 2020. Deduction allowed in the year of installation only. Okay. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ബീഹാർ, വെസ്റ്റ് ബംഗാൾ നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയയിൽ ആഫ്റ്റർ 1/4/2015 31st March 2020 ഇടയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂവിൻ്റെ 15% 15% എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. 1 ഇയറിലെ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണം, ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണം. അത് സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഒന്നും ആകാൻ പാടില്ല എന്നുള്ള കുറച്ച് കണ്ടീഷൻസേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർമലി നമുക്ക് ബ്ലോക്ക് ഓഫ് അസറ്റ്സിൻ്റെ ബേസിൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം, അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം, അതെല്ലാം ക്ലെയിം ചെയ്യാം. ഓക്കെ, അതിന് പുറമെ നമുക്ക് ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർ സെക്ഷൻ 32 AD പുതിയൊരു ഡിഡക്ഷൻ കൂടി 15% ഡിഡക്ഷൻ കൂടി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ,
പിന്നെ ഈ 15% ഡിഡക്ഷൻ്റെ കേസ് പറഞ്ഞ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് this deduction is in addition to the depreciation and additional depreciation. Normal depreciation, that means block of asset based on depreciation. Additional depreciation നമുക്ക് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഡിഡക്ഷൻ കിട്ടുന്നത്. This deduction shall not be reduced from written down value of block of asset. Block of assetനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അണ്ടർ സെക്ഷൻ 32 AD 15% ഡിഡക്ഷൻ കിട്ടുന്നത് നമുക്ക് ലെസ് ചെയ്യാൻ പറ്റത്തില്ല. This deduction shall not be restricted to 50% if plant and machinery used for less than 180 days. 180 ദിവസത്തിൽ താഴെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉപയോഗിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു 50% ഇതിൻ്റെ, അതായത് 15% ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൻ്റെ 50%, ദാറ്റ് ഈസ് ഹാഫ് ഡിപ്രീസിയേഷൻ കിട്ടുന്നത് പോലെ ഇങ്ങനെ ഹാഫ് ഡിഡക്ഷൻ എന്നുള്ളൊരു പരിപാടി ഇല്ല. നമുക്ക് 180 ലെസ് ദാൻ 180 ഡേയ്സ് ആണെന്നുണ്ടെങ്കിലോ ഗ്രേറ്റർ ദാൻ 180 ഡേയ്സ് ആണെന്നുണ്ടെങ്കിലോ അസറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇയറിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ എമൗണ്ട് 15% ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് രണ്ട് പ്രൊവിഷൻസ് നമുക്ക് ഒന്നിച്ച് പഠിക്കാം. അണ്ടർ സെക്ഷൻ 33AB, അണ്ടർ സെക്ഷൻ 33ABA. ഓക്കെ, അണ്ടർ സെക്ഷൻ 33AB എന്ന് പറയുന്നത് ഡിഡക്ഷൻ ഫോർ ടീ കോഫി റബ്ബർ ബിസിനസ്. ഓക്കെ, ഡിഡക്ഷൻ ഫോർ ടീ കോഫി റബ്ബർ ബിസിനസ്സും 33ABA എന്ന് പറയുന്നത് ഡിഡക്ഷൻ ഫോർ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ബിസിനസ് ആണ്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. അണ്ടർ സെക്ഷൻ 33ABA വരുന്നത് ഡിഡക്ഷൻ ഫോർ ടീ കോഫി റബ്ബർ ബിസിനസ്. ഒരു അസസി ടീ കോഫി റബ്ബർ ബിസിനസ്സിലാണ് എൻഗേജ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അസസി ആരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓൾ അസസി എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് ഗ്രോയിങ് മാനുഫാക്ചറിങ് ഓഫ് ടീ കോഫി റബ്ബർ ഇൻ ഇന്ത്യ. ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഡിഡക്ഷൻ ഈസ് അലൗഡ് ഇഫ് സം എമൗണ്ട് മസ്റ്റ് ബി ഡെപ്പോസിറ്റഡ് വിത്തിൻ 6 months ഫ്രം ദ എൻഡ് ഓഫ് ദ പ്രീവിയസ് ഇയർ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം വിച്ച് എവർ ഈസ് എർലിയർ. ഓക്കെ, ഡിഡക്ഷൻ ഈസ് അലൗഡ് ഇഫ് സം must be deposited within 6 months from the end of the previous year or before the due date of furnishing of return of income whichever is earlier. ഓക്കെ, അപ്പോൾ കഥ ഇതാണ്. ഡിഡക്ഷൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസസി ആസ് പെർ അണ്ടർ സെക്ഷൻ 33AB പ്രകാരം ഒരു അസസി ടീ കോഫി റബ്ബർ മാനുഫാക്ചറിങ് ബിസിനസ്സിലാണ്, ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ബിസിനസ്സിലാണ് എൻഗേജ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് അവർ പറയുന്ന ഡെപ്പോസിറ്റ് സ്കീമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നബാർഡിലോട്ട്, അതായത് നബാർഡ് അറിയാം നമുക്ക് അഗ്രികൾച്ചർ ബാങ്കാണ്, അഗ്രികൾച്ചർ ബാങ്കിൽ ഒരു സ്കീമിലോട്ട് നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ കഴിഞ്ഞ് ഒരു 6 monthsനിടയിലോ പ്രീവിയസ് ഇയറിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ഉണ്ട്. ആ ഡ്യൂ ഡേറ്റിന് മുമ്പോ ആയിട്ടുള്ള ടൈമിൽ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് നബാർഡിനകത്ത് ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി അതിനകത്തോട്ട് ഈ പറയുന്ന ടീ കോഫി റബ്ബർ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ബിസിനസ്സിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ആളുകൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഡക്ഷൻ കിട്ടുന്നത് എമൗണ്ട് ഡെപ്പോസിറ്റഡ് ആണോ, 40% ഓഫ് Pgbp ആണോ, വിച്ചെവർ ഈസ് ലെസ് ആണ് ഡിഡക്ഷൻ കിട്ടുന്നത്. എമൗണ്ട് ആക്ച്വലി ഡെപ്പോസിറ്റഡ് ആണോ, 40% ഓഫ് Pgbp ആണോ, വിച്ചെവർ ഈസ് ലെസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെറിയ എമൗണ്ട് നമുക്ക് പെർ ഇയറിൽ ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. യൂട്ടിലൈസേഷൻ deposited amount should be utilized for the purpose prescribed by tea coffee and rubber board. tea coffee rubber board ഈ പറഞ്ഞിരിക്കുന്ന നബാർഡിനകത്തോട് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ടീ കോഫി റബ്ബർ ബോർഡ് പറയുന്ന എന്തൊക്കെ ആവശ്യങ്ങൾക്കാണോ ആ ആവശ്യങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. മിസ്യൂട്ടിലൈസേഷൻ, ഇഫ് ഡെപ്പോസിറ്റഡ് എമൗണ്ട് ഈസ് മിസ്യൂട്ടിലൈസ്ഡ് ദെൻ ഡിഡക്ഷൻ അലൗഡ് എർലിയർ ഷാൾ ബി വിഡ്രോൺ ആൻഡ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് Pgbp. ഇൻ കേസ് നമ്മൾ നബാർഡിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ട് നമ്മൾ വകമാറ്റി ചിലവാക്കുകയാണ്, വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡിഡക്ഷൻ നമുക്ക് ഏതൊരു വർഷമാണോ നമുക്കൊരു ഡിഡക്ഷൻ കിട്ടിയിരിക്കുന്നത് ആ ഡിഡക്ഷൻ നമ്മൾ വിഡ്രോ ചെയ്തതിന് ശേഷം ഏത് വർഷമാണോ നമ്മൾ വകമാറ്റി ചിലവാക്കിയത് ആ വർഷത്തിലെ Pgbp ഇൻകം ആക്കി കണക്കാക്കി ടാക്സ് ചെയ്യേണ്ടി വരും, നിങ്ങൾക്കറിയാം. ദെൻ അണ്ടർ സെക്ഷൻ 33ABA ഡിഡക്ഷൻ ഫോർ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ബിസിനസ് ആണ്. ഡിഡക്ഷൻ ഫോർ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ബിസിനസ്. അപ്പോൾ അണ്ടർ സെക്ഷൻ 33ABA ഡിഡക്ഷൻ ഫോർ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ബിസിനസ് ആണ്. അപ്പം ഒരു അസസി പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ബിസിനസ്സിൽ ഇന്ത്യയിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, അസസി ആരായിരിക്കണം, ഓൾ അസസി എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് പ്രോസ്പെക്ടിങ്, എക്സ്ട്രാക്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ് ഓർ പെട്രോളിയം ഇൻ ഇന്ത്യ. ഓക്കെ, പ്രോസ്പെക്ടിങ്, എക്സ്ട്രാക്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ് ഓർ പെട്രോളിയം ഇൻ ഇന്ത്യ ആയിരിക്കണം ഒരു അസസി ചെയ്യേണ്ടത്. അണ്ടർ സെക്ഷൻ 33ABA ആണ് അവിടെ ചെയ്യേണ്ടത്. ദെൻ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഡിഡക്ഷൻ ഈസ് അലൗഡ് ഇഫ് സം എമൗണ്ട് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ SBI, ദാറ്റ് ഈസ് സൈറ്റ് റീസ്റ്റോറേഷൻ അക്കൗണ്ട് അപ് ടു ദ എൻഡ് ഓഫ് ദ പ്രീവിയസ് ഇയർ. ഒരു പ്രീവിയസ് ഇയർ കഴിയുന്നതിന് മുമ്പേ, ദാറ്റ് മീൻസ് ഓൺസ് അഗെയിൻ അണ്ടർ സെക്ഷൻ 33ABA പ്രകാരം ഒരു അസസി പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ബിസിനസ്സിലാണ് എൻഗേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അസസി എന്ത് ചെയ്യണം, SBIയിൽ
സൈറ്റ് റീസ്റ്റോറേഷൻ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്തൊരു പർട്ടിക്കുലർ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ എമൗണ്ട് ഡെപ്പോസിറ്റഡ് or 20% of Pgbp whichever is less. ഇതിൽ ചെറിയ എമൗണ്ട് അണ്ടർ സെക്ഷൻ 33ABA പ്രകാരം നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. യൂട്ടിലൈസേഷൻ സെയിം ആണ്. ഡെപ്പോസിറ്റഡ് എമൗണ്ട് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് പ്രിസ്ക്രൈബ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് അതോറിറ്റി പറയുന്ന ആവശ്യങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ SBIയിൽ സൈറ്റ് റീസ്റ്റോറേഷൻ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാവൂ. ഓക്കെ, if deposited amount is misutilized, then deduction allowed earlier shall be withdrawn and taxable under Pgbp. ഓക്കെ, ഏതൊരു വർഷമാണോ നമ്മൾ മിസ്യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്, വകമാറ്റി ചിലവാക്കിയിരിക്കുന്നത്, സൈറ്റ് റീസ്റ്റോറേഷൻ അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ട് അതോറിറ്റി പറയുന്ന ആവശ്യങ്ങൾക്കേ നമ്മൾ എടുത്ത് ഉപയോഗിക്കാവൂ. ഇൻ കേസ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കില്ല, വേറൊരു ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു വർഷമാണോ നമ്മളങ്ങനെ വകമാറ്റി ചിലവാക്കുന്നത് ആ വർഷത്തെ Pgbp ഇൻകമാക്കി അതിനെ കണക്കാക്കും. ഓക്കെ, ദെൻ അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 33AB 33ABA വരുന്നത്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കേസാണ് 35 സെക്ഷൻ അണ്ടർ സെക്ഷൻ 35 എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച്. സയൻറ്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന അസസികൾക്ക് ഉണ്ടാകുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും റവന്യൂ എക്സ്പെൻഡിച്ചറിനും കിട്ടുന്ന ഡിഡക്ഷൻസിനെ പറ്റിയാണ് ഈ സെക്ഷനകത്ത് പറയുന്നത്. നമുക്ക് നോക്കാം. Scientific research mean any activity for extension of knowledge in the field of nature or applied science including agriculture, animal husbandry or fisheries. Okay, അഗ്രികൾച്ചറിലോ അനിമൽ ഹസ്ബൻഡറിയിലോ ഫിഷറീസിലോ അപ്ലൈഡ് സയൻസിൻ്റെ ഏരിയയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ കൂടുതൽ നോളജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിനാണ് അണ്ടർ സെക്ഷൻ 43(4) പ്രകാരം എന്തെന്ന് പറയുന്നത് സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ സച്ച് റിസർച്ച് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഐദർ ആസ് ഇൻ-ഹൗസ് റിസർച്ച്, that is research done by the assessee himself, or research through outside institution, any sum paid to outside agencies engaged in the scientific research to be utilized for scientific research. Okay, scientific researchൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻ-ഹൗസ് റിസർച്ച് ആണ്. ഇൻ-ഹൗസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു അസസി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സയൻറ്റിഫിക് റിസർച്ച് അല്ലെങ്കിൽ ബിസിനസ് റിസർച്ച് അവർ കണ്ടക്ട് ചെയ്ത് തന്നാൽ അവരെ നമുക്ക് എന്താ ഇൻ-ഹൗസ് റിസർച്ച് എന്ന് പറയാം. ഇപ്പോൾ സപ്പോസ് ഞാനൊരു ബിസിനസ് നടത്തുന്ന ആളാണ്, എനിക്കൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റിസർച്ച് ഞാൻ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഇൻ-ഹൗസ് റിസർച്ച് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ റിസർച്ച് ത്രൂ ഔട്ട്സൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഞാനിപ്പോൾ സ്വന്തമായിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ ഓക്കെ അല്ല, വില്ലിംഗ് അല്ല, ഞാൻ എക്യുപ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് ആ ആളെ കൊണ്ട് ഞാനൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ റിസർച്ച് ത്രൂ ഔട്ട്സൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ-ഹൗസ് റിസർച്ചിൻ്റെ കേസ് നോക്കാം. ഇൻ-ഹൗസ് റിസർച്ച് സെൽഫ് പെൻഡിങ് ഓർ സെർച്ച് റിലേറ്റിംഗ് ടു എ ബിസിനസ് ഓഫ് ആൻ അസസി. ഇൻ-ഹൗസ് റിസർച്ചിൻ്റെ കേസാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഇൻ-ഹൗസ് റിസർച്ചിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ആഫ്റ്റർ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഉണ്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എന്താണ് റിസർച്ചുകളെ നമുക്കൊരു, അതായത് ഇൻ-ഹൗസ് റിസർച്ച് മീൻസ് ഓൾറെഡി നമുക്കറിയാം ഒരു ബിസിനസ്, ഇപ്പോൾ എൻ്റെ ബിസിനസ്സിൽ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ എൻ്റെ ബിസിനസ് തന്നെ ആ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് ഇൻ-ഹൗസ് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് വിൽ ബി കണ്ടക്റ്റഡ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് വാട്ട് കോൾഡ് ഇൻ-ഹൗസ് റിസർച്ച് എന്ന് പറയാൻ പറ്റും. ദെൻ ഇൻ-ഹൗസ് റിസർച്ചിൻ്റെ കേസ് റിസർച്ച് ആഫ്റ്റർ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പാർട്ട് ഉണ്ടെന്ന് ഞാൻ തിരിച്ചു. ദെൻ റിസർച്ച് ബിഫോർ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഇൻക്ലൂഡ് ഡ്യൂറിംഗ് 3 years ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഷാൾ ബി അലൗഡ് ആസ് റിഡക്ഷൻ ഇൻ ദ ഇയർ ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് പാർട്ട് 2. ഓക്കെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും തൊട്ട് ഇമ്മീഡിയറ്റ്ലി ബാക്കിലോട്ട് വരുന്ന 3 years ടൈമിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ആ ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെൻസസ് എപ്പോഴാണോ ബിസിനസ് കമൻസ് ചെയ്യുന്നത് ആ കമൻസ് ചെയ്യുന്ന ഇയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ റിസർച്ച് ആഫ്റ്റർ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് നോക്കാം. റിസർച്ച് ആഫ്റ്റർ കമൻസ്മെന്റ് ഓഫ് ബിസിനസിന്റെ കേസ് നോക്കി. ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പറഞ്ഞത്. അസസി കമ്പനി ആകാം, എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓർ ബയോടെക്നോളജി ബിസിനസ് റിസർച്ച് അപ്രൂവ്ഡ് ബിസിനസ് അണ്ടർ സെക്ഷൻ 35(2)AB ആവാം. അങ്ങനെയെങ്കിൽ അപ്പം അസസി കമ്പനി ആവണം, അല്ലെങ്കിൽ എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ബയോടെക്നോളജി ബിസിനസ്സിലോ അപ്രൂവ്ഡ് റിസർച്ചിലോ ഒക്കെ ആവണം, റിസർച്ച് അപ്രൂവ്ഡ് ആവണം. ഇങ്ങനെയൊക്കെയുള്ള അസസി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ അസസി കമ്പനി ആകണം, മാനുഫാക്ചറിങ് പ്രോസസ്സിലോ ബയോടെക്നോളജി ബിസിനസ്സിലോ ആവാൻ റിസർച്ച് നടത്തുന്നത് അത് അപ്രൂവ്ഡ് ബിസിനസ് റിസർച്ച് ആകണം. അങ്ങനെയെങ്കിൽ അണ്ടർ സെക്ഷൻ 35(2)AB പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റവന്യൂ എക്സ്പെൻസസിന് 150% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ എക്സ്പെൻസസിന്, ലാൻഡിന് ഡിഡക്ഷൻ കിട്ടത്തില്ല, ബിൽഡിങ്ങിന് 100% ഡിഡക്ഷൻ കിട്ടും. അതർ എക്സ്പെൻസസിനും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിന് നമുക്ക് 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇതാണ് അതിൻ്റെ പ്രൊവിഷൻ. ദെൻ വരുന്നത് അതർ അസസി ആണ്. കമ്പനി അല്ല, വേറെ ഏതെങ്കിലും അസസി ആണെന്നുണ്ടെങ്കിൽ റവന്യൂ എക്സ്പെൻസസിനെല്ലാം 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ലാൻഡിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടത്തില്ല. അതർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിന് നമുക്ക് 100% ഡിഡക്ഷൻ കിട്ടും. അല്ല, അതർ എക്സ്പെൻസസിന് നമുക്ക് കിട്ടും, പക്ഷേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിന് നമുക്ക് എന്ത് കിട്ടത്തില്ല. സോറി, വൺസ് അഗൈൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ലാൻഡിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന അതർ ക്യാപിറ്റൽ എക്സ്പെൻസസിന് 100% ഡിഡക്ഷൻ കിട്ടും. ഓക്കെ. ദെൻ അടുത്ത് വരുന്നത് റിസർച്ച് ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് മാക്സിമം 3 years ബിഫോർ ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എക്സ്പെൻസസ് അലൗഡ്. റിസർച്ച് ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? റിസർച്ച് സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ ഉള്ള 3 വർഷങ്ങളിലുള്ള ബിസിനസ് റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ആയിരിക്കുന്ന എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെസ് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. റവന്യൂ എക്സ്പെൻസസ്. ഓക്കെ, അതിൻ്റെ കേസിൽ റവന്യൂ എക്സ്പെൻസസും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തന്നെയാണ് പറയുന്നത്. വൺസ് അഗെയിൻ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്, ബിസിനസ് കമൻസ് ചെയ്യുന്നതിന് ബാക്കിലോട്ടുള്ള 3 വർഷങ്ങളിൽ നമ്മൾ കണ്ടക്ട് ചെയ്ത ബിസിനസ് റിസർച്ചിന് അതിനായിട്ടുള്ള നമുക്ക് എക്സ്പെൻസസ് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കമൻസ് ചെയ്യുന്ന വർഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതിൻ്റെ റവന്യൂ എക്സ്പെൻസസിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി എക്സ്ക്ലൂഡിങ് പെർക്വിസിറ്റ്സ് 100% നമുക്ക് ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. നമ്മൾ ആർക്കെങ്കിലും സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ, പെർക്വിസിറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊഴികെ ബാക്കിയുള്ള എമൗണ്ട് 100% ഡിഡക്ഷൻ. ദെൻ അതർ എക്സ്പെൻസസിന് നോട്ട് അലൗഡ് ആണ്, വേറെ എക്സ്പെൻസസിന് കിട്ടത്തില്ല. സാലറിക്ക് മാത്രമേ ബിസിനസ് കമൻസ് ചെയ്യുന്നതിന് മുന്നോട്ടുള്ള ബാക്കിലോട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ബിസിനസ് റിസർച്ചിനായിട്ടുള്ള എക്സ്പെൻസസ് നമുക്ക് റവന്യൂ എക്സ്പെൻസസിന് ഡിഡക്ഷൻ കിട്ടാൻ പറ്റും. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് നമുക്ക് ലാൻഡിന് ഡിഡക്ഷൻ കിട്ടത്തില്ല. അതർ എക്സ്പെൻസസിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ കോൺട്രിബ്യൂഷൻ ടു ഔട്ട്സൈഡേഴ്സ്. ഔട്ട്സൈഡ് പാർട്ടീസിന് കൊടുത്തിട്ട് പാർട്ട് ബിയിൽ പറഞ്ഞിരിക്കുന്ന ഔട്ട്സൈഡ് പാർട്ടീസിന് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ട് അവർ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ ടു അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷനോ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടോ അപ്രൂവ്ഡ് കോളേജോ യൂണിവേഴ്സിറ്റിയോ ആണ് നമുക്ക് വേണ്ടിയിട്ട് ഇത് കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന അവർ കണ്ടക്ട് ചെയ്യുന്നത് സയൻറ്റിഫിക് റിസർച്ച് ആണോ എന്നുണ്ടെങ്കിൽ 150% അവർക്ക് സയൻറ്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സ്പെൻഡിച്ചറിൻ്റെ 150% നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതല്ല, അവർ സോഷ്യൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ചാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 100% ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി കോൺട്രിബ്യൂഷൻ ടു ഔട്ട്സൈഡേഴ്സ്, IIT അല്ലെങ്കിൽ നാഷണൽ ലബോറട്ടറീസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയോ നാഷണൽ ലബോറട്ടറിയൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അത് സയൻറ്റിഫിക് റിസർച്ചാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 150% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇല്ല, കോൺട്രിബ്യൂഷൻ ടു ഔട്ടേഴ്സിൽ അത് അപ്രൂവ്ഡ് ഇന്ത്യൻ കമ്പനി എൻഗേജ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ് നമുക്ക് വേണ്ടിയിട്ട് സയന്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് സയന്റിഫിക് റിസർച്ചിൻ്റെ ഡിഡക്ഷൻ്റെ കേസ് വരുന്നത്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ദെൻ സെയിൽ ഓഫ് സയൻറ്റിഫിക് റിസർച്ച് അസറ്റിൻ്റെ ഒരു കേസ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സയൻറ്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച അസറ്റ്സ് എല്ലാം നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് ട്രീറ്റ്മെൻറ്റ് ആണത്. സെയിൽസ് വിത്തൗട്ട് യൂസ് ഓഫ് ബിസിനസ്. ഓക്കെ, ബിസിനസ്സിൽ ഉപയോഗിക്കാതെയാണ് നമ്മൾ അത് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, സയൻറ്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് ബിസിനസ്സിൽ ഉപയോഗിക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അത് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിൽസ് പ്രൈസ് ആണോ ഡിഡക്ഷൻ ഓൾറെഡി ക്ലെയിംഡ് ആണോ? കാരണം സയൻറ്റിഫിക് റിസർച്ച് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്ന ക്യാപിറ്റൽ അസറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 35 ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ക്ലെയിം ചെയ്യുന്ന സിറ്റുവേഷനിൽ സെയിൽസ് പ്രൈസ് ആണോ ഡിഡക്ഷൻ ഓൾറെഡി ക്ലെയിംഡ് ആണോ, വിച്ച് എവർ ഈസ് ലോവർ എന്താണ് ടാക്സബിൾ ആസ് PGBP. ഓക്കെ, PGBPയിൽ എന്ത് ചെയ്യാൻ പറ്റും? ടാക്സ് ചെയ്യാൻ പറ്റും. ഇഫ് സെയിൽസ് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ദെൻ ക്യാപിറ്റൽ ഗെയിൻ ഓൾസോ അറൈസ്ഡ്. ഓക്കെ, സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസിന് അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എക്സസ് എമൗണ്ട് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പറയാൻ പറ്റും, ആസ് ലൈക്ക് ഇൻ ഡിപ്രീസിയേഷൻ. ഓക്കെ, 10,000 റുപ്പീസിന് മേടിച്ച അസറ്റ് 12,000 റുപ്പീസിന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സസ് 2,000 റുപ്പീസ് എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ ആണ്. ദെൻ സെയിൽ ആഫ്റ്റർ യൂസ് ഇൻ ബിസിനസ്. ഓക്കെ, ബിസിനസ്സിൽ ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മളത് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആഡ് ടു ബ്ലോക്ക് ഓഫ് അസറ്റ്. ബ്ലോക്ക് ഓഫ് അസറ്റിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് അതിനെ ആഡ് ചെയ്യാൻ പറ്റും. ആക്ച്വൽ കോസ്റ്റ് തന്നെ നെല്ലാക്കി കാണിക്കാൻ പറ്റും. ബിക്കോസ് എന്തുകൊണ്ടാണ് ആക്ച്വൽ കോസ്റ്റ് നെല്ലാക്കി കാണിക്കുന്നത്? ആക്ച്വൽ കോസ്റ്റ് നില്ലായി കാണിക്കേണ്ട റീസൺ എന്ന് പറയുന്നത് 100%ഓ 150%ഓ ഒക്കെ നമുക്ക് അവരുടെ ഡിഡക്ഷൻസ് എടുക്കുന്നുണ്ട് അണ്ടർ സെക്ഷൻ 35. ഡിഡക്ഷൻ എടുത്തതിന് ശേഷമുള്ള അസറ്റാണ്. ഡിഡക്ഷൻ എടുത്തതിന് ശേഷമുള്ള അസറ്റ് നമുക്ക് വീണ്ടും ആക്ച്വൽ കോസ്റ്റ് എമൗണ്ട് കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഡിപ്രീസിയേഷൻ്റെ ബെനിഫിറ്റ് കൂടെ നമുക്ക് അവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. അഡീഷണൽ ബെനിഫിറ്റാണ് നമ്മളവിടെ ക്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യത്തില്ല, അതൊരു കാരണവശാലും ആക്ച്വൽ കോസ്റ്റ് എമൗണ്ട് അവിടെ കാണിക്കാൻ പറ്റത്തില്ല. നോർമലി നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, സെയിൽസ് ആഫ്റ്റർ യൂസ് ഇൻ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആഡ് ടു ബ്ലോക്ക് ഓഫ് അസറ്റ് ആണ്. ബ്ലോക്ക് ഓഫ് അസറ്റിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ സ്പെസിഫൈഡ് ബിസിനസ്.
അണ്ടർ സെക്ഷൻ 35AD സ്പെസിഫൈഡ് ബിസിനസ്. ഓക്കെ, സ്പെസിഫൈഡ് ബിസിനസിൻ്റെ കേസസ് ഇങ്ങനെയാണ് വരുന്നത്. സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ കോൾഡ് ചെയിൻ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ കോൾഡ് ചെയിൻ ഫെസിലിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പെസിഫൈഡ് ബിസിനസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. സ്പെസിഫൈഡ് ബിസിനസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കേസസിലും 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്പെസിഫൈഡ് ബിസിനസിൻ്റെ പ്രത്യേകത. അപ്പോൾ സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് കോൾഡ് ചെയിൻ ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിൽ നോക്കി ബിസിനസ് കമൻസ് ചെയ്യുന്നത് 1/4/2009 ശേഷമാണെന്നുണ്ടെങ്കിൽ 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് വെയർ ഹൗസിംഗ് ഫെസിലിറ്റി ഫോർ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1/4/2009 ശേഷമാണെന്നുണ്ടെങ്കിൽ 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ലേയിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് ക്രോസ് കൺട്രി പൈപ്പ് ലൈൻ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെട്രോളിയം ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ കമൻസ്ഡ് ആഫ്റ്റർ 1/4/2009 ഡിഡക്ഷൻ എന്ന് പറയുന്നത് 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ബിൽഡിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ ഹോട്ടൽ ഫോർ 2 സ്റ്റാർ ഓർ എബോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഹോട്ടൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന 1/4/2010 ശേഷമാണെന്നുണ്ടെങ്കിൽ 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ ബിസിനസ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ ഹോസ്പിറ്റൽ വിത്ത് മിനിമം 100 ബെഡ്സ്. ഓക്കെ, 100 ബെഡ്സോട് കൂടിയ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ ബിൽഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1/4/2010 ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ ഡെവലപ്പിംഗ് ആൻഡ് ബിൽഡിംഗ് എ ഹൗസിംഗ് പ്രോജക്റ്റ് അണ്ടർ സ്ലം ഡെവലപ്മെൻറ്റ് സ്കീം. സ്ലം ഡെവലപ്മെൻറ്റ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹൗസിംഗ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് നമ്മുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നായിരിക്കണം? 1/4/2010 ശേഷമായിരിക്കണം. ദെൻ ഡെവലപ്പിംഗ് ആൻഡ് ബിൽഡിംഗ് എ ഹൗസിംഗ് പ്രോജക്റ്റ് അണ്ടർ അഫോർഡബിൾ ഹൗസിംഗ് സ്കീം. അഫോർഡബിൾ ഹൗസിംഗ് സ്കീമിൻ്റെ സ്കീം പ്രകാരം നമ്മൾ ഡെവലപ്പിംഗ് ആൻഡ് ബിൽഡിംഗ് ഹൗസിംഗ് പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ 1/4/2011 ശേഷമാണെന്നുണ്ടെങ്കിൽ 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫെർട്ടിലൈസേഴ്സ് പ്രൊഡക്ഷൻ ആണ് ഉദ്ദേശമെങ്കിൽ അത് 1/4/2011 ശേഷമാണെന്നുണ്ടെങ്കിൽ 100% ഡിഡക്ഷൻ. ദെൻ സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഇൻലൻഡ് കണ്ടെയ്നർ ഡിപ്പോട്ട് ഓർ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് 1/4/2012 ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ബീ കീപ്പിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ബീസ് ഹണി ആൻഡ് വാക്സ് ആണെന്നുണ്ടെങ്കിൽ അത് 1/4/2012 ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 100% ഡിഡക്ഷൻ. സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ വെയർഹൗസ് ഫെസിലിറ്റി ഫോർ ഷുഗർ ആണെന്നുണ്ടെങ്കിൽ അത് 1/4/2012 ശേഷമാണെന്നുണ്ടെങ്കിൽ 100% ഡിഡക്ഷൻ. ലേയിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ സ്ലറി പൈപ്പ് ലൈൻ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് അയൺ ഓർ ആണെന്നുണ്ടെങ്കിൽ അത് 1/4/2014 ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് മുടക്കിയ എമൗണ്ടിന് 100% ഡിഡക്ഷൻ. ദെൻ സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ സെമി കണ്ടക്ടർ വാട്ടർ ഫാബ്രിക്കേഷൻ മാനുഫാക്ചറിംഗ് യൂണിറ്റ് വിച്ച് സ്റ്റാർട്ട്സ് ആഫ്റ്റർ 1/4/2014 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഡെവലപ്പിംഗ് ഓർ മെയിൻറ്റെയിനിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഓർ ഡെവലപ്പിംഗ് മെയിൻറ്റെയിനിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ ന്യൂ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി 1/4/2017 ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് അണ്ടർ സെക്ഷൻ 35AD നമുക്ക് കുറച്ച് സ്പെസിഫൈഡ് ബിസിനസ്സസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബിസിനസ്സും അതിൻ്റെ ഡേറ്റ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ബിസിനസ്സും അതിൻ്റെ ഡേറ്റ് മാത്രം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ്സസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കിയിരിക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് 100% ഡിഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അണ്ടർ സെക്ഷൻ 35AD കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ഓക്കെ, ദെൻ അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ദെൻ ഇനി വരുന്നത് അണ്ടർ സെക്ഷൻ 35ABB എക്സ്പെൻസസ് ഫോർ ഒബ്റ്റൈനിങ് ടെലികമ്മ്യൂണിക്കേഷൻ ലൈസൻസ്. ഓക്കെ, ടെലികമ്മ്യൂണിക്കേഷൻ ലൈസൻസ് ഒബ്റ്റൈൻ ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസസ് ഉണ്ടായിരിക്കും. ആ എക്സ്പെൻസസിന് നമുക്ക് ഡിഡക്ഷൻ എടുക്കാവുന്ന പ്രൊവിഷനാണ് അവിടെ പറയുന്നത് 35ABB. ലൈസൻസ് ഒബ്റ്റൈൻ ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഓക്കെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ലൈസൻസ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ ലൈസൻസ് ഫീ ഈസ് ഓൾറെഡി പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻ ഷാൾ ബി അലൗഡ് ഫ്രം പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ബിസിനസ് കമൻസസ് ടിൽ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ലൈസൻസ് എക്സ്പയർസ്. ഓക്കെ, ഡിഡക്ഷൻ കിട്ടുന്നതെന്ന് പറയുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതൽ ലൈസൻസ് എക്സ്പയർ ആവുന്ന ടൈം. ജസ്റ്റ് എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രൈയിൽ നിന്ന് ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബിസിനസ് പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 2020 മുതലായിരുന്നു. അപ്പോൾ 2018 ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ ലൈസൻസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ 2020 മുതൽ 28 വരെയുള്ള 8 വർഷത്തേക്ക് ബിസിനസ് നടത്തുന്നതിന്
സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം 2018 ഞാൻ മുടക്കിയ 1 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻ എനിക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 2020 മുതൽ 28 വരെയുള്ള കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ ലൈസൻസ് ഒബ്റ്റെയിൻ ആഫ്റ്റർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഓക്കെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ലൈസൻസ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻ ഷോൾ ബി അലൗഡ് ഫ്രം പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ഫീ പെയ്ഡ് ടിൽ ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ലൈസൻസ് എക്സ്പയർസ്. ഓക്കെ, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ലൈസൻസ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ലൈസൻസ് എടുത്തിരിക്കുന്ന ഡേറ്റ് മുതൽ തുടങ്ങി ലൈസൻസ് എക്സ്പയർ ആകുന്ന ഡേറ്റ് വരെയുള്ള ടൈം. ഓക്കെ, ലൈസൻസ് ഫീ അടച്ചിരിക്കുന്ന, ലൈസൻസ് ഫീ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നതല്ല, ഈ വർഷം ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അതായത് 2020 നമ്മൾ ലൈസൻസ് എടുക്കുന്നത് 21 ലൈസൻസ് ഫീ അടയ്ക്കുന്നത്. ലൈസൻസ് ഫീ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഡക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2021 മുതൽ തുടങ്ങി 2028 വരെയുള്ള കാലഘട്ടങ്ങളിൽ ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് 35 ABBയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ ആ സെയിം പ്രൊവിഷൻ തന്നെയാണ് തൊട്ടടുത്ത 35 ABAക്കകത്ത് വരുന്നത്. എക്സ്പെൻസസ് ഫോർ ഒബ്റ്റെയിനിങ് ടെലികമ്മ്യൂണിക്കേഷൻ സ്പെക്ട്രം. ഓക്കെ, ടെലികമ്മ്യൂണിക്കേഷൻ സ്പെക്ട്രത്തിനും ടെലികമ്മ്യൂണിക്കേഷൻ ലൈസൻസിനും എന്തില്ല? ഒരു വ്യത്യാസവും ഇല്ല ടാക്സ് ട്രീറ്റ്മെൻറ്റിന്. രണ്ടും സെയിം ആണ്, ലൈസൻസ് ആണ്, ട്രൈ തന്നെയാണ് എടുക്കേണ്ടത്. ആസ് പ്രൊവിഷൻ കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 35 ABB ഷാൾ അപ്ലൈ ആസ് ഇഫ് ഫോർ ദ വേർഡ് ലൈസൻസ് വിത്ത് ദ വേർഡ് സ്പെക്ട്രം ഹാസ് ബീൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ലൈസൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു കേസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 35 ABBനെ നമുക്ക് 35 ABA എക്സ്പെൻസസ് ഓഫ് ഒബ്റ്റെയിനിങ് ടെലികമ്മ്യൂണിക്കേഷൻ സ്പെക്ട്രത്തിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻ്റ് ആക്കി കൺവെർട്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ പ്രോസസ്സാണ്. ടെലികമ്മ്യൂണിക്കേഷൻ ലൈസൻസ് ആണെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻ സ്പെക്ട്രം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? ലൈസൻസ് എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇതിന് നമുക്ക് ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എടുത്തു കഴിഞ്ഞാൽ എന്നാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം മുതൽ തുടങ്ങി ലൈസൻസ് എക്സ്പയർ ആവുന്ന ഡേറ്റ് വരെയുള്ള ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. ഇതല്ല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലൈസൻസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഫീ പെയ്ഡ് ആയിട്ടുള്ള ദിവസം, ലൈസൻസ് ഫീ അടച്ചിട്ടുള്ള ദിവസം മുതൽ തുടങ്ങി എന്നാണോ ലൈസൻസ് ഫീ എക്സ്പയർ ആകുന്നത് ആ ദിവസം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ദെൻ 35 CCC expenditure on agriculture extension project. Okay, under this section deduction on 50% allowed if expenses land and building as per CBDT notification, except land and building as per CBDT notification incurred for notified agriculture extension project. This deduction is allowed to all assessee. എന്താ കഥ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഗ്രികൾച്ചറലിസ്റ്റിന് ഉണ്ടാകുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് 150% എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. അത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ നോട്ടിഫൈഡ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രോജക്റ്റിൻ്റെ പാർട്ടായിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഈ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രോജക്റ്റ്. നോട്ടിഫൈഡ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ CBDT നോട്ടിഫിക്കേഷൻ ഇറക്കുന്ന ആ നോട്ടിഫിക്കേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രോജക്റ്റിനായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞിരിക്കുന്ന ഒരു അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രോജക്റ്റ് നടത്തേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 150% നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത് അണ്ടർ സെക്ഷൻ 35 CCD എക്സ്പെൻഡിച്ചർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. ഓക്കെ, സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കാവുന്ന എക്സ്പെൻസസ് ആണ്. അണ്ടർ ദിസ് സെക്ഷൻ 150% അലൗഡ് ഇഫ് ദ എക്സ്പെൻസസ് ഇൻകേർഡ് 9 എക്സെപ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഓക്കെ, അതായത് നോട്ടിഫൈഡ് സ്കിൽ പ്രോജക്റ്റ് എന്ന് പറയുന്ന കുറച്ച് നോട്ടിഫൈഡ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഉണ്ട്. നോട്ടിഫൈഡ് സ്കിൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് CBDT നോട്ടിഫിക്കേഷനകത്ത് വരുന്നതാണ്. ഏത് ഭാഗത്ത് നിങ്ങൾ നോട്ടിഫൈഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് CBDT പുറത്തു കൊണ്ടുവരുന്ന നോട്ടിഫിക്കേഷൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സിനാണ് നോട്ടിഫൈഡ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ആ നോട്ടിഫൈഡ് പ്രോഗ്രാംസിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള നോട്ടിഫൈഡ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 150% വരെ ആ പ്രോജക്റ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് 150% വരെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ 35D പ്രിലിമിനറി എക്സ്പെൻസസ്. 35D പ്രിലിമിനറി എക്സ്പെൻസസിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് പ്രിലിമിനറി എക്സ്പെൻസസ് നമ്മൾ ഓർക്കേണ്ടത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കുണ്ടാകുന്ന കുറച്ച് എക്സ്പെൻസസ് ആണ് മെയിൻലി പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഏതൊക്കെയാണ് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി, മാർക്കറ്റ് സർവേ, എഞ്ചിനീയറിംഗ് സർവീസ്, ഡ്രാഫ്റ്റ് ആൻഡ് പ്രിൻറ്റിംഗ് ഓഫ് മെമ്മറി ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ലീഗൽ ഫീസ്, എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ദ പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അതർ എക്സ്പെൻസസ് മേ ബി നോട്ടിഫൈഡ് ബൈ CBDT. ഓക്കെ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കുറേ എക്സ്പെൻസസ് ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പെൻസസ് എല്ലാം നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? പ്രിലിമിനറി എക്സ്പെൻസസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഡിഡക്ഷൻ അലൗഡ് ടു റെസിഡൻറ്റ് അസസി ഹു ഇൻകേർഡ് പ്രിലിമിനറി എക്സ്പെൻസസ് ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഓർ ആഫ്റ്റർ കമൻസ്മെൻറ്റ് ഫോർ എക്സ്റ്റൻഷൻ ഓർ ഫോർ സെറ്റിംഗ് അപ്പ് എ ന്യൂ ബിസിനസ്.
ഓക്കെ, ഒരു ഡിഡക്ഷൻ അലോഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിഡൻ്റ് ആയിട്ടുള്ള അസസിക്കാണ്, ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള അസസി ഹു ഇൻക്ലൂഡ് പ്രിലിമിനറി എക്സ്പെൻസസ് ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഓർ ആഫ്റ്റർ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ഫോർ സെറ്റിംഗ് അപ്പ് എ ന്യൂ യൂണിറ്റ്. എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിഡൻറ്റ് അസസിക്കാണ് പ്രിലിമിനറി എക്സ്പെൻസസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 35D നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഉള്ളതായിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് പ്രിലിമിനറി എക്സ്പെൻസസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന എക്സ്പെൻസസ് ഒരു പുതിയ ബിസിനസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം ആ ഒരു എക്സ്പെൻസസ് ഇൻക്ലൂഡ് ആയിരിക്കേണ്ടത്. ദെൻ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ പ്രിലിമിനറി എക്സ്പെൻസസ് ആണോ, കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ 5% വിച്ച് എവർ ഈസ് ലോവർ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അസസ് ഇന്ത്യൻ കമ്പനി ആണോ എന്നുണ്ടെങ്കിൽ ആക്ച്വൽ പ്രിലിമിനറി എക്സ്പെൻസസ് ആണോ, 5% ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് അതിൻ്റെ 5% എടുക്കണം. അപ്പോൾ വിച്ച് എവർ ഈസ് ലോവർ ആണ് നമുക്ക് ഡിഡക്ഷൻ എടുക്കാൻ പറ്റുന്നത് അണ്ടർ സെക്ഷൻ 35 പ്രകാരം. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റും ക്യാപിറ്റൽ എംപ്ലോയിഡും ക്വസ്റ്റിന് തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റിൻ്റെ ഒന്നുകിൽ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇതിൻ്റെ ഹയർ എമൗണ്ടിൻ്റെ 5% എടുക്കണം. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റും ക്യാപിറ്റൽ എംപ്ലോയിഡും ക്വസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ വലിയ എമൗണ്ട് ആണോ, ഹയർ എമൗണ്ട് ഏതാണോ, ഹയർ എമൗണ്ടിൻ്റെ 5% എടുത്ത് എഴുതുക. അപ്പോൾ ആക്ച്വൽ പ്രിലിമിനറി എക്സ്പെൻസസ് ആണോ, 5% ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റോ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണോ, വിച്ച് എവർ ഈസ് ലോവർ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അതർ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ പ്രിലിമിനറി എക്സ്പെൻസസ് ആണോ, 5% ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് ആണോ, വിച്ച് എവർ ഈസ് ലോവർ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റും. ഓക്കെ, ക്യാപിറ്റൽ എംപ്ലോയിഡും കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് അവിടെ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ്. ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ബോറോയിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 35DD എക്സ്പെൻസസ് ഓഫ് അമാൽഗമേഷൻ ആൻഡ് ഡീമർജർ ആണ്. അപ്പം അമാൽഗമേഷൻ അല്ലെങ്കിൽ ഡീമർജർ നടക്കുന്ന സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന എക്സ്പെൻസസ് ആണ്. അസസി ഇന്ത്യൻ കമ്പനിക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 35DD ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഡിഡക്ഷൻ അലൗഡ് ഇൻ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അമാൽഗമേഷൻ അല്ലെങ്കിൽ ഡീമർജർ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എക്സ്പെൻസസ് ഒരു ഇന്ത്യൻ കമ്പനിക്ക് അത് നടന്നതിന് ശേഷം റിസൾട്ടിങ് കമ്പനിക്ക് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 5 ഇയേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും ആസ് പെർ സെക്ഷൻ 35DD. ഓക്കെ, ദെൻ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം അണ്ടർ സെക്ഷൻ 35DDA എക്സ്പെൻഡിച്ചർ ഓൺ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം എന്ന് പറയുന്നത് അസസി ഓൾ അസസീസ് ആണ്. ഡിഡക്ഷൻ എന്ന് പറയുന്നത് അലൗഡ് ഇൻ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഡിഡക്ഷൻ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. സിമ്പിൾ പരിപാടി, വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം പ്രകാരം ഒരു അസസി എന്തെങ്കിലും ഒരു എമൗണ്ട് പേയ്മെൻറ്റ് നടത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് മിക്കവാറും കമ്പനീസിനാണല്ലോ, എംപ്ലോയീസിനാണ് വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം പ്രകാരം പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ കമ്പനീസിനാണ് ഒരു ഡിഡക്ഷൻ വരുന്നത്. അപ്പോൾ ആ ഡിഡക്ഷൻ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, സിമ്പിളായിട്ട് വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീമുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന എക്സ്പെൻസസ് നമ്മൾ എന്ത് വരേണ്ടി വരും, 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ലെസ് ചെയ്ത് കളയാനുള്ള പ്രൊവിഷൻ കൊടുക്കണം, 35 പ്രൊവിഷൻസ്. ഓക്കെ, ദെൻ അണ്ടർ സെക്ഷൻ 36 കുറച്ച് എക്സ്പെൻസസ് പറയുന്നുണ്ട്. കുറേ അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ് അണ്ടർ സെക്ഷൻ 36 പറയുന്നത്. നമുക്ക് നോക്കാം. പ്രീമിയം ഫോർ ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഓക്കെ, അതായത് നമ്മളെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് ഇൻ ട്രേഡിന് നമുക്ക് സാധനം വിൽക്കാൻ വേണ്ടിയിട്ടോ പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസിന് ഉണ്ടാകുന്ന അതിനുണ്ടാകുന്ന ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എക്സ്പെൻസസ്, പ്രീമിയം ഫോർ ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് നമുക്ക് എന്താണ്, ഇറ്റ് ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. ദെൻ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഫോർ എംപ്ലോയീസിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷനായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് അടയ്ക്കാൻ പാടില്ല, ഒരു കമ്പനി എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പേയ്മെൻറ്റ് നടത്തുന്നത് ക്യാഷ് ആയിട്ട് പേയ്മെൻറ്റ് നടത്താൻ പാടില്ല. ഓക്കെ, ദെൻ ബോണസ് ഓർ കമ്മീഷൻ ടു എംപ്ലോയീസ് ആണ്. ബോണസോ കമ്മീഷനോ എംപ്ലോയീസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ സബ്ജക്ട് ടു 43B പ്രൊവിഷൻ ഉണ്ട്. അത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, 43B എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് പ്രൊവിഷൻ ആണ്. ആക്ച്വലി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലെസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രൊവിഷനാണ്. അപ്പം ബോണസോ കമ്മീഷനോ എംപ്ലോയീസിന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ അണ്ടർ സെക്ഷൻ 36 സബ്സെക്ഷൻ 1(3) പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ ഡിഡക്ഷൻ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ ടേക്കൺ ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ ലോൺ ടേക്കൺ ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ലോൺ ഫ്രം ഷെഡ്യൂൾഡ് ബാങ്ക്, പ്രൊവിഡൻറ്റ് ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്നൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പറഞ്ഞിരിക്കുന്ന ലോൺ തിരികെ അടയ്ക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഇൻട്രസ്റ്റ് കോസ്റ്റ് അലൗഡ് എക്സ്പെൻസ് ആണ്.
ദെൻ ലോൺ ഫ്രം അതേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ്സോ പ്രൊഫഷനോ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ലോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും അത് തിരികെ അടയ്ക്കുന്ന സമയത്തുണ്ടാകുന്ന ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് നമുക്ക് അലൗഡ് ആയിട്ട് കിട്ടും. ദെൻ പേഴ്സണൽ പർപ്പസിനെടുത്ത ലോൺ ആണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് നോട്ട് അലൗഡ്. പേഴ്സണൽ പർപ്പസിനെടുത്ത ലോൺ ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അലൗബിലിറ്റി കൊടുക്കാൻ പറ്റത്തില്ല. ദെൻ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഫോർ ബെനിഫിറ്റ് ടു എംപ്ലോയീസ് ആണ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ബെനിഫിറ്റ് ഓഫ് എംപ്ലോയി. എംപ്ലോയർ എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ നടത്തുന്ന കുറച്ച് ഫണ്ടുകളുണ്ട്. ആ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത് എംപ്ലോയറുടെ എക്സ്പെൻഡിച്ചറാണ്. ആ എക്സ്പെൻഡിച്ചറായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ട് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ടോ റിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ടോ ദെൻ അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടിലോട്ടോ അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ടിലോട്ടോ എനി അതർ ഫണ്ട് ആസ് പെർ ലോ, നിയമപരമായി ഏതെങ്കിലും ഫണ്ടിലോട്ട് കൃത്യമായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ള ബൈ ലോ പ്രകാരം അപ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതെല്ലാം എന്താണ്, അലൗഡ് ആസ് ഡിഡക്ഷൻ. ഓക്കെ, ആ എമൗണ്ട് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷനായിട്ട് കിട്ടും. ദെൻ അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ടോ അൺഅപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടിലോട്ടോ അൺഅപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ടിലോട്ടോ എനി അതർ ഫണ്ടിലോട്ടോ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള എമൗണ്ട് ഡിഡക്ഷൻ കിട്ടത്തില്ല, നോട്ട് അലൗഡ്. ഓക്കെ, സിംപ്ലി ഓർക്കേണ്ടത് ഇതാണ്. അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഫണ്ടിലോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ അതിപ്രകാരം നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ അൺഅപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺറിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകളിലോട്ടൊക്കെ എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ അങ്ങനെ എംപ്ലോയർക്കാവുന്ന എക്സ്പെൻസസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ അണ്ടർ സെക്ഷൻ 36 സബ്സെക്ഷൻ 1(6) പ്രകാരം ജസ്റ്റ് മുന്നേ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അണ്ടർ സെക്ഷൻ 36 സബ്സെക്ഷൻ 4(a) പ്രകാരം എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടുവാർഡ്സ് പെൻഷൻ സ്കീം റെഫേർഡ് ടു അണ്ടർ സെക്ഷൻ 80cc(d). ഓക്കെ, 80cc(d) പ്രകാരം കുറച്ച് പെൻഷൻ സ്കീം ഉണ്ട്. ആ പെൻഷൻ സ്കീമിനോട്ട് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻ അലൗഡ് ടു എംപ്ലോയർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ കിട്ടും. അത് ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ആണോ 10% ഓഫ് സാലറി, ദാറ്റ് ഈസ് ബേസിക് പേ പ്ലസ് DA ഫോമിംഗ് പാർട്ട്, അതിൻ്റെ സാലറിയുടെ 10% ആണോ, വിച്ച് എവർ ഈസ് ലെസ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയർക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ അണ്ടർ സെക്ഷൻ 36 സബ്സെക്ഷൻ 1(6) വരുന്നത് അനിമൽസ് യൂസ്ഡ് ഇൻ ബിസിനസ് അതർ ദാൻ SIT മീൻസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. അപ്പം ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന അനിമൽസിൻ്റെ കേസിൽ ഡിഡക്ഷൻ ഈസ് അലൗഡ് ഇൻ ദ ഇയർ ഇൻ വിച്ച് സച്ച് അനിമൽ ബിക്കെയിം പെർമനൻ്റ്ലി യൂസ്ലെസ് ഓർ ഡൈഡ്. ഓക്കെ, നമ്മൾ ബിസിനസ് ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള അനിമൽസ് ആണെന്നുണ്ടെങ്കിൽ ആ അനിമൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴാണോ പെർമനൻ്റ്ലി യൂസ്ലെസ് ആവുന്നത് അല്ലെങ്കിൽ ഡൈഡ് ആവുന്നത് ആ ഒരു വർഷത്തിൽ ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് അതിനുള്ള ഡിഡക്ഷൻ അനിമലുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഡിഡക്ഷൻ്റെ കേസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അനിമൽ മൈനസ് സ്ക്രാപ്പ് വാല്യൂ. അനിമൽസ് ഒക്കെ നമുക്ക് ആഫ്റ്റർ ഡൈഡ് അല്ലെങ്കിൽ ആഫ്റ്റർ യൂസ്ലെസ് ആവുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്ക്രാപ്പ് ചെയ്യാൻ പറ്റും, സിറ്റുവേഷനിൽ സ്ക്രാപ്പ് ചെയ്യാൻ പറ്റും, എല്ലാ അനിമൽസും ഒക്കെ അല്ല. അപ്പം ആ ഒരു കേസിൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അനിമൽ മൈനസ് സ്ക്രാപ്പ് വാല്യൂ, ആ ഒരു എമൗണ്ടാണ് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഡിപ്രീസിയേഷൻ അണ്ടർ സെക്ഷൻ 32 നോട്ട് അലൗഡ് ഓൺ അനിമൽസിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അണ്ടർ സെക്ഷൻ 32 ബ്ലോക്ക് ഓഫ് അസറ്റിൻ്റെ കേസിൽ ഡിപ്രീസിയേഷൻ ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ദെൻ അണ്ടർ സെക്ഷൻ 36 സബ്സെക്ഷൻ 1(7) വരുന്നത് ബാഡ് ഡെബ്റ്റ്സ് ആണ്. ഈ ബാഡ് ഡെബ്റ്റ്സിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ട്. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ഇവിടെ എന്തല്ല, അലൗഡ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഒരു ബിസിനസ്സിൻ്റെ ബാഡ് ഡെബ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ബാഡ് ഡെബ്റ്റ് ആണോ നോക്കുക, ബാഡ് ഡെബ്റ്റ് വിച്ച് ഈസ് റിലേറ്റിംഗ് ടു സെയിൽസ് ആണോ നോക്കണം. ആക്ച്വൽ ബാഡ് ഡെബ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും, സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും റിലേറ്റിംഗ് ടു ലോണും. ഓക്കെ, സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബാഡ് ഡെബ്റ്റ്, നമ്മളിന്ന് ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്ന സമയത്ത് ആളുകൾ കാശ് തിരികെ തരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാഡ് ഡെബ്റ്റ്സ് നമുക്ക് എന്താണ്, അലൗഡ് ആയിട്ടുള്ള ഐറ്റമാണ്. വിച്ച് ഈസ് റിലേറ്റിംഗ് ടു ലോൺ, എംപ്ലോയിക്ക് ഒരു ലോൺ കൊടുത്തു, ആ എമൗണ്ട് തിരികെ കിട്ടിയില്ല, അല്ലെങ്കിൽ വേറൊരാൾക്ക് ലോൺ കൊടുത്തു തിരികെ കിട്ടിയില്ല, ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ലോൺ നോട്ട് അലൗഡ് ആയിട്ടുള്ളൊരു ബാഡ് ഡെബ്റ്റ് ആണ്. ലോൺ പ്രൊവൈഡ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ബാഡ് ഡെബ്റ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിഡക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല. ദെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സിൻ്റെ കേസ് വരുമ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ് നോട്ട് അലൗഡ് ആണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ അലൗഡ് ആകുന്നത് ബാങ്കിങ് കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത പ്രൊവിഷൻ വരുന്നുണ്ട്. ദെൻ ബാഡ് ഡെബ്റ്റ് റിക്കവറീസ് അണ്ടർ സെക്ഷൻ 41(4) പ്രകാരം ബാഡ് ഡെബ്റ്റ് നമുക്കിപ്പോൾ എഴുതി കുറച്ച് കളഞ്ഞ എമൗണ്ട് ബാഡ് ഡെബ്റ്റ് നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ റിക്കവറി ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് റിക്കവറി ചെയ്യുന്ന വർഷം അത് PGBP ഇൻകമായിട്ട് കണക്കാക്കേണ്ടി വരും. റിക്കവറി ഷാൾ ബി ടാക്സബിൾ ആസ് PGBP ഇൻ ദ ഇയർ ഓഫ് റിക്കവറി.
ഓക്കെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ബാഡ് ഡെപ്റ്റ്, ആക്ച്വൽ ബാഡ് ഡെപ്റ്റ് വിച്ച് ഈസ് റിലേറ്റിംഗ് ടു സെയിൽസ് നമുക്ക് ലെസ് ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ നമ്മൾ ലെസ് ചെയ്ത് കളയുന്ന ഐറ്റം നമുക്ക് കിട്ടുന്ന വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റിക്കവർ ചെയ്ത് വരുന്ന വർഷത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവിടുത്തെ ആ കിട്ടുന്ന വർഷത്തിലെ PGBP ഇൻകം ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. അതിൻ്റെ ടാക്സിബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ടാക്സിബിൾ എമൗണ്ട് ഈക്വൽ ടു റിക്കവറി മൈനസ് ഡിസലൗഡ് എറിയർ. ഓക്കെ, എമൗണ്ട് റിക്കവർ ചെയ്തതിൽ നിന്നും ഓൾറെഡി മുന്നേ നമ്മൾ ഡിസലൗഡ് ആയി പോയ എമൗണ്ട് എത്രയോ ഉണ്ട്, അസസിങ് ഓഫീസർ ഡിസലോ ചെയ്ത ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ട് ലെസ് ചെയ്ത് കളയണം, ബാക്കിയുള്ള എമൗണ്ട് ആണ് ടാക്സിബിൾ എമൗണ്ട്. അണ്ടർ സെക്ഷൻ 36 സബ്സെക്ഷൻ 1(7)(a) പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് ഓഫ് ബാങ്ക്. ഓക്കെ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് ഓഫ് ബാങ്ക്, ബാങ്കിൻ്റെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആണ്. ഓക്കെ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിങ് കമ്പനിക്ക് മാത്രമേ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അലോ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ഇന്ത്യൻ ബാങ്കുകളാണെന്നുണ്ടെങ്കിൽ 8.5% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം പ്ലസ് 10% ഓഫ് അഗ്രിഗേറ്റ് ആവറേജ് അഡ്വാൻസ് മെയ്ഡ് ബൈ റൂറൽ ബ്രാഞ്ചസ്. ഓക്കെ, ഇന്ത്യൻ ബാങ്കുകളാണെന്നുണ്ടെങ്കിൽ മെയിൻ ബ്രാഞ്ചിൻ്റെ 8.5% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം പ്ലസ് 10% ഓഫ് അഗ്രിഗേറ്റ് ആവറേജ് അഡ്വാൻസ് മെയ്ഡ് ബൈ റൂറൽ ബ്രാഞ്ചസ്. റൂറൽ ബ്രാഞ്ചസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അഡ്വാൻസസിൻ്റെ 10%, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ ബാങ്കുകൾക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആയിട്ട് വെക്കാൻ പറ്റും. ഇനി അതൊരു ഫോറിൻ ബാങ്ക് ആവുകയോ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവുകയോ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആവുകയോ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ആവുകയോ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ 5% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകമാണ് നമ്മൾ എന്തായിട്ട് കാണേണ്ടത്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആയിട്ട് കാണേണ്ടത്. ഓക്കെ, ഇതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റിൻ്റെ കേസ് എന്ന് പറയുന്നത്. ദെൻ ഇനി വരുന്നത് എക്സ്പെൻസസ് ഓൺ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ് ഓഫ് എംപ്ലോയി. ഓക്കെ, എംപ്ലോയിയുടെ ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്പെൻസസ് മുടക്കുകയാണെന്നുണ്ടെങ്കിൽ അസസി കമ്പനി മാത്രമേ ആകാവൂ. റവന്യൂ എക്സ്പെൻസസിനെല്ലാം 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഫാമിലി പ്ലാനിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസ് ആണ്. ഇതിനടുത്ത് വരുന്നത് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് വിച്ച് ഈസ് പെയ്ഡ് ബൈ അസസി. അസസി അടയ്ക്കുന്ന സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സോ കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സോ ആണ്. ഇറ്റ് ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ ഇഫ് അസസി ഹെൽഡ് ഷെയർസ് യൂണിറ്റ്സ് കമ്മോഡിറ്റീസ് ആസ് ഇൻ സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഒരു അസസിയുടെ ജോലി എന്ന് പറയുന്നത് ഷെയർസോ യൂണിറ്റുകളോ കമ്മോഡിറ്റീസോ സെല്ലിംഗ് ആണോ എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് അസസി കീപ്പ് ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് ഷെയർസോ കമ്മോഡിറ്റീസോ മ്യൂച്വൽ ഫണ്ട്സ് യൂണിറ്റോ ഒക്കെ ഇരിക്കുകയാണോ എന്നുണ്ടെങ്കിൽ ഞാൻ അടയ്ക്കുന്ന സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സും കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. Then transfer to special reserve. Okay, this deduction is allowed to financial corporation engaged in providing long term finance 5 year or more. ഓക്കെ, ഇത് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ റിസർവിൻ്റെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അതാ ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ കോർപ്പറേഷന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ദാറ്റ് പർട്ടിക്കുലർ ഫിനാൻസ് ഹാസ് ടു ബി 5 years or more. ദെൻ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു സ്പെഷ്യൽ റിസർവ് ആണോ, 20% ഓഫ് PGBP ബിഫോർ ദിസ് ഡിഡക്ഷൻ ആണോ, 200% ഓഫ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ജനറൽ റിസർവ് മൈനസ് ഓപ്പണിംഗ് ബാലൻസ് ഇൻ സ്പെഷ്യൽ റിസർവ് ആണോ, വിച്ച് എവർ ഈസ് ലോവർ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർ സെക്ഷൻ 36 സബ്സെക്ഷൻ 1(8) പ്രകാരം ട്രാൻസ്ഫർ ടു സ്പെഷ്യൽ റിസർവ് ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് അസസിക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ പർച്ചേസ് ഓഫ് ഷുഗർ കാൻ. പർച്ചേസ് ഓഫ് ഷുഗർ കാൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് മാനുഫാക്ചറിംഗ് ഓഫ് ഷുഗർ for purchase of sugar can at a price which is equal to or less than the price fixed by the government allowed as deduction. ഓക്കെ, അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു ഷുഗർ മാനുഫാക്ചറിങ്ങും ഷുഗർക്കായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷുഗർ ക്യാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുന്ന എമൗണ്ട്, ആ എമൗണ്ട് മേ ബി എന്തിൽ കൂടാൻ പാടില്ല, ഗവൺമെൻറ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ ഉണ്ട് ഷുഗർ ക്യാനിന്, ആ വാല്യൂയിൽ കൂടാൻ പാടില്ല. മാക്സിമം ആ എമൗണ്ട് വരെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഗർ മാനുഫാക്ചറിംഗ് ആണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഷുഗർ ക്യാൻ പർച്ചേസ് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാവുന്ന എക്സ്പെൻസസ് നമുക്ക് ലെസ് ചെയ്യാൻ പറ്റും. Then marked to market loss or other expected loss. Okay, marked to market loss, MTM losses അല്ലെങ്കിൽ expected losses കേസിൽ ആസ് പെർ ICDS ആണ് നമ്മൾ മാർക്കറ്റ് ടു മാർക്കറ്റ് ലോസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ലോസ് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ICDS ഇൻകം കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോഷറിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലൗഡ് ഡിഡക്ഷൻ ആണ്. ദെൻ അതർ കേസസിൽ അത് നോട്ട് അലൗഡ് ആണ്. ഓക്കെ,
ICDS പ്രകാരം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന MTP ലോസസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ലോസസ് അലൗഡ് ആണ്. വേറെ ഏതെങ്കിലും ഒരു ബേസിസിലാണ് നമ്മളത് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ദെൻ അണ്ടർ സെക്ഷൻ 37 ജനറൽ ഡിഡക്ഷൻ ആണ്. 37 ഒന്നിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ അതർ ദാൻ കവേർഡ് അണ്ടർ സെക്ഷൻ 30-36 ഷാൾ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അണ്ടർ സെക്ഷൻ 28 നമ്മൾ പഠിച്ചു എന്താണ് PGBP-നകത്ത് വരുന്ന ഇൻകം, എന്തൊക്കെയാണ് PGBP-ക്കകത്ത് വരാത്തതെന്നാണ്. 29 എങ്ങനെയാണ് PGBP-യിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 30 മുതലാണ് നമ്മൾ PGBP-യിൽ ഇൻകം ഇതിനകത്ത് അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസും ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. 30, 31, 32 മുതൽ 36 വരെ പറഞ്ഞു. ദെൻ 37 ലാസ്റ്റ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 30 മുതൽ 36 വരെയുള്ള എക്സ്പെൻസസ് മാത്രമല്ല നമുക്കിവിടെ അലൗഡ് ആക്കി കൊടുക്കുന്നത്. അതിനുശേഷം വരുന്ന 37-നകത്ത് 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ 3 കണ്ടീഷൻസും വെച്ചിട്ടുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ്പെൻസസിനെ, 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ്പെൻസസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻസ് അലോ ചെയ്ത് കൊടുക്കാൻ പറ്റും. എക്സ്പെൻസസ് ഷുഡ് ബി ഇൻക്ലൂഡ് ഹോളി ഓർ എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടിയിട്ട് ആയതാണോ നോക്കണം. എക്സ്പെൻസസ് ഷുഡ് ബി റവന്യൂ നാച്ചുറായിട്ടുള്ള എക്സ്പെൻസസ് ആയിരിക്കണം. എക്സ്പെൻസസ് ഷുഡ് ബി ലീഗൽ. അങ്ങനെയാണോ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറൽ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 37(1) പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സ്പെൻഡിച്ചർ അലൗഡ് എക്സ്പെൻസസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ദെൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR എക്സ്പെൻസസ്. ഒരു കമ്പനിയുടെ CSR എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിഡക്ഷൻ അലോ ചെയ്യാൻ പറ്റത്തില്ല. CSR എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ എന്താണ്, റെസ്പോൺസിബിലിറ്റിയാണ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു കാരണവശാലും റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി മുടക്കേണ്ടി വരുന്ന എക്സ്പെൻസസ് ഒരു കാരണവശാലും ഇൻകം ടാക്സ് എന്ത് കൊടുക്കത്തില്ല, അലോബിലിറ്റി പ്രൊവൈഡ് ചെയ്യത്തില്ല. ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് ബിസിനസ് എക്സ്പെൻസ് ഓർ നോട്ട് അലൗഡ്. PGBP-യിൽ ബിസിനസ് എക്സ്പെൻസസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അലൗഡ് എക്സ്പെൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അലോബിലിറ്റി ഓഫ് സം എക്സ്പെൻസസ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് ഇൻ ബ്രോഷർ, സുവനീർ, ന്യൂസ് പേപ്പർ, പാംപ്ലെറ്റ് പബ്ലിഷ്ഡ് ബൈ ദ പൊളിറ്റിക്കൽ പാർട്ടി നോട്ട് അലൗഡ് ആണ്. ഗിഫ്റ്റ് ടു എംപ്ലോയി അലൗഡ് ആണ്. കസ്റ്റമറി എക്സ്പെൻസസ് അലൗഡ് ആണ്. എക്സ്പെൻസസ് ഇൻക്ലൂഡ് ബൈ CAs ഫോർ അറ്റൻഡിങ് CPE സെമിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി CAs പോകുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസസ് അലൗഡ് ആണ്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് നോട്ട് അലൗഡ് ആണ്. പ്രൊവിഷൻ ഫോർ ലോസ് ഓഫ് സബ്സിഡറി ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിഫേർഡ് ടാക്സ്, പ്രൊവിഷൻ ഫോർ ഡിമിനിഷസ് വാല്യൂ ഓഫ് അസറ്റ്, പ്രൊവിഷൻ ഫോർ അൺഅസർട്ടൈൻ ലൈബിലിറ്റി എന്തല്ല ഇൻകം ടാക്സിനകത്ത് PGBP-യിൽ ഇൻകം കണ്ടുപിടിക്കുന്ന സമയത്ത് അലൗഡ് അല്ല എന്ന് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ ഷെയർ ഡിബഞ്ചറിൻ്റെയൊക്കെ കേസ് വരുമ്പോൾ ഷെയർസ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് എക്സ്പെൻസസിൻ്റെ കേസ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ആവുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിനോ ഫൈനൽ പബ്ലിക് ഓഫറിനോ റൈറ്റ് ഇഷ്യൂ നടത്താനോ ആണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, നോട്ട് അലൗഡ് ആണ്. ബിക്കോസ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ക്യാപിറ്റലിന് ചേഞ്ച് ഉണ്ടാവും, ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിന് ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ട് ഇനിഷ്യൽ പബ്ലിക് ഓഫറോ ഫൈനൽ പബ്ലിക് ഓഫറോ അല്ലെങ്കിൽ ഫോളോ ഓൺ പബ്ലിക് ഓഫറോ റൈറ്റ് ഇഷ്യൂ നടത്താനോ ഉണ്ടാകുന്ന എക്സ്പെൻസസിനെ ക്യാപിറ്റൽ എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിനാകുന്ന എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അലോബിലിറ്റി കൊടുക്കത്തില്ല. ദെൻ ബൈ ബാക്ക് ഓഫ് ഷെയർസോ ബോണസ് ഷെയർസോ ഡിബഞ്ചർ ഓർ ലോൺ ഇഷ്യൂ എക്സ്പെൻസസ് ആണെന്നുണ്ടെങ്കിൽ അത് റവന്യൂ നാച്ചുറായിട്ടുള്ള എക്സ്പെൻസസ് ആണ്, അത് അലൗഡ് ആണ്, നോ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ. അതാണ് കേസ്. ഓക്കെ, ഷെയർ ഡിബഞ്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ എക്സ്പെൻസസ് ആണത്. ദെൻ ടാക്സ് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റീസിൻ്റെ കേസ് വന്നു കഴിഞ്ഞാൽ ടാക്സ് ഇൻട്രസ്റ്റ് പെനാൽറ്റീസ് 3 ഹെഡാണ്. അതിൽ ഡയറക്റ്റ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ടാക്സ് നമുക്ക് ഡിഡക്ഷൻ കിട്ടത്തില്ല. ഡയറക്റ്റ് ടാക്സ് മീൻസ് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് ഒരു അസസ്സി അടച്ചതിന് ശേഷം ഇൻകം ടാക്സിൻ്റെ തന്നെ ബെനിഫിറ്റ് നമുക്ക് അലൗഡ് ആക്കി എടുക്കാൻ പറ്റത്തില്ല. ഇൻകം ടാക്സ് അടച്ച എമൗണ്ടും ഇൻകം ടാക്സിനകത്ത് ഇൻട്രസ്റ്റ് അടച്ചിട്ടുണ്ടെങ്കിലോ ഇൻകം ടാക്സിനകത്ത് പെനാൽറ്റി അടച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ഇൻഡയറക്റ്റ് ടാക്സ് ദാറ്റ് ഈസ് GST ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് അലൗഡ് ആണ്, ഇൻട്രസ്റ്റ് അലൗഡ് ആണ്, ബട്ട് പെനാൽറ്റി എന്തല്ല, നോട്ട് അലൗഡ്. പെനാൽറ്റി ഒരു കാരണവശാലും അലൗഡ് ആക്കുന്ന എക്സ്പെൻഡിച്ചർ അല്ല. പെനാൽറ്റി എന്തുകൊണ്ടാണ് ആകാത്തതെന്ന് പറയാൻ പറ്റും. പെനാൽറ്റി എന്ന് പറയുന്നത് ബ്രീച്ച് ഓഫ് ലോ ആണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, നോട്ട് അലൗഡ് ആക്കി കൊടുക്കുന്നത്. പെനാൽറ്റി അടച്ച എമൗണ്ട് നമുക്ക് അലൗഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ അല്ല. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അലൗഡ് ആണ്. ഓക്കെ, കോൺട്രാക്ട് ഓഫ് റവന്യൂ നാച്ചുറാലിറ്റി ആണ് വരുന്നത്. ദെൻ ഫീബീസ്, അതായത് ഫ്രീ ഗിഫ്റ്റും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും ഒരു ബിസിനസ് ഫ്രീ ഗിഫ്റ്റും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് ആ ഫ്രീ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി വഹിക്കേണ്ടി വന്ന എക്സ്പെൻസസിന് നമുക്ക് ഇൻകം ടാക്സ് PGBP ഇൻകത്തിനകത്ത് അലൗബിലിറ്റി കൊടുക്കത്തില്ല. ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ലോൺ എടുത്തിട്ടുണ്ട്, അതിനകത്തുള്ള പലിശയ്ക്ക് നോട്ട് അലൗഡ് ആണ്. ഇൻകം ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തു, അതിന് പലിശയ്ക്കുള്ള ഡിഡക്ഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അലോ ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇൻകം ടാക്സിനകത്ത് ഇല്ല.
tax audit fee or litigation expenses in relation to income tax cases. Okay, tax audit fee അല്ലെങ്കിൽ litigation expenses in relation to income tax cases അത് allowed ആണ്. Then premium paid by the firm on keyman insurance policy of a partner. ഒരു പാർട്ണർഷിപ്പ് ഫേം അവരുടെ ഒരു പാർട്ട്ണറിന് വേണ്ടിയിട്ട് കീമാൻ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അത് അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ്. ഓക്കെ, ദെൻ ഇനി പറയുന്നത് അണ്ടർ സെക്ഷൻ 40 മുതൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ്. Okay, amount specially not deductible under section 40, amount specially not deductible. Okay, payment made to a non-resident, amount paid once again under section 40 of income tax പറയുന്നത് amount specially not deductible ആണ്. specially not deductible ആയിട്ടുള്ളത്, that means Pgbp income കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ not allowed deductible ആയിട്ടുള്ള അല്ലെങ്കിൽ not allowed ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ്. പേയ്മെൻറ്റ് മെയ്ഡ് ടു എ നോൺ റെസിഡൻറ്റ്, നമ്മളൊരു നോൺ റെസിഡൻറ്റിന് ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നോൺ റെസിഡൻറ്റിനോ ഫോറിൻ കമ്പനിക്കോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ TDS ഹാസ് നോട്ട് ബീൻ ഡിഡക്റ്റഡ്. ഓക്കെ, നമ്മൾ TDS പിടിച്ചിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ TDS ഡിഡക്റ്റഡ് ബട്ട് നോട്ട് പെയ്ഡ് ടു ദ ഗവൺമെൻറ് അപ് ടു ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നമ്മൾ TDS പിടിച്ചിട്ടുണ്ടാകത്തില്ല, അല്ലെങ്കിൽ പിടിച്ച TDS ഗവൺമെൻറ്റിന് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റിന് മുമ്പേ അടച്ചിട്ടുണ്ടാകത്തില്ല. ഈ രണ്ട് സിറ്റുവേഷനിൽ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 100% അതിൻ്റെ ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഒരു നോൺ റെസിഡൻറ്റിനോ ഫോറിൻ കമ്പനിക്കോ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായി TDS പിടിച്ച് ഗവൺമെൻറ് അടയ്ക്കണം. റിട്ടേൺ ഫയൽ ചെയ്യുന്ന അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 1 പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റിന് മുന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൃത്യമായി TDS ഗവൺമെൻറ് അടയ്ക്കേണ്ടത്. ആ ടൈമിനിടയിൽ കൃത്യമായി ഗവൺമെൻറ് അത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിഡക്ഷൻ കിട്ടത്തില്ല, നോട്ട് അലൗഡ് ആവും. പേയ്മെൻറ്റ് മെയ്ഡ് ടു റെസിഡൻറ്റിനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലോ ഇഫ് എമൗണ്ട് പെയ്ഡ് ഓർ ക്രെഡിറ്റഡ് ടു റെസിഡൻറ്റ് ഇഫ് TDS നോട്ട് ഡിഡക്റ്റഡ്, TDS deducted but not paid to the government up to the due date of return filing, then 30% of such a sum shall not be allowed as deduction in the current previous year. സിറ്റുവേഷൻ ഇതാണ്, പേയ്മെൻറ്റ് നമ്മളൊരു റെസിഡൻറ്റിനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് TDS പിടിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു എമൗണ്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഒന്നുകിൽ TDS പിടിക്കാതെ പേയ്മെൻറ്റ് കൊടുത്തു, ഇല്ലാന്നുണ്ടെങ്കിൽ TDS പിടിച്ചെടുത്ത എമൗണ്ട് ഗവൺമെൻറ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 30% എന്ത് ചെയ്യാൻ പറ്റും, then 30% of the such sum shall not be allowed as deduction in the current previous year. Okay, current previous year 30% എന്ത് ചെയ്യത്തില്ല, നമുക്ക് ഡിഡക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല, അതാണ് കേസ്. ലിമിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, 30% കറണ്ട് പ്രീവിയസ് ഇയറിൽ നമുക്ക് ഡിഡക്ഷൻ കൊടുക്കത്തില്ല, ബാക്കി 70% കൊടുക്കും. ഈ ലിമിറ്റ് ചെയ്യുന്ന 30% എപ്പോഴാണോ കൃത്യമായി ഗവൺമെൻറ്റിന് TDS കിട്ടുന്നത് ആ കറണ്ട് പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ എമൗണ്ട് അലൗഡ് ആക്കി കൊടുക്കും. That under section 40A 2B royalty fee etc charged by the state government. Okay, state government charge ചെയ്യുന്ന royalty of fee ആണെന്നുണ്ടെങ്കിൽ if any royalty fee service charge etc is exclusively collected by the state government from state government undertaking, then such expenses is not allowed to such state government undertaking ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിന് അങ്ങനെ റോയൽറ്റി ഫീ എല്ലാം കളക്ട് ചെയ്യുന്ന എമൗണ്ട് നോട്ട് അലൗഡ് ആണ്. ഓക്കെ, അപ്പം വൺസ് അഗെയിൻ ഇഫ് റോയൽറ്റി ഫീ ഓർ സർവീസ് ചാർജസ് എക്സെട്ര ഈസ് എക്സ്ക്ലൂസീവ്ലി കളക്റ്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിൽ നിന്ന് എന്തെങ്കിലും റോയൽറ്റിയോ ഫീയോ ഒക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദെൻ സച്ച് എക്സ്പെൻസസ് ഈസ് നോട്ട് അലൗഡ് ടു സച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിംഗ്. ഓക്കെ, സച്ച് എക്സ്പെൻസസ് എന്ത് ചെയ്യത്തില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിന് അലോ ചെയ്ത് കൊടുക്കത്തില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ സെക്ഷൻ 40A ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർ സെക്ഷൻ 40A3 ആണിത്. ക്യാഷ് പേയ്മെൻറ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് പേയ്മെൻറ്റ് ഗ്രേറ്റർ ദാൻ 10,000 rupees ടു എ സിംഗിൾ പേഴ്സൺ ഇൻ എ സിംഗിൾ ഡേ. ഒരു സിംഗിൾ പേഴ്സണ് ഒരു ബിസിനസ് 10,000 രൂപയിൽ കൂടുതൽ ഒരു ദിവസം ക്യാഷായിട്ട് പേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഫുൾ എമൗണ്ട് എന്തായിരിക്കും, ഡിസലൗഡ് ആക്കി കൊടുക്കും. സിംഗിൾ ഡേ ഇത് നോക്കിയേ, ത്രൂ ബാങ്ക് ഇറ്റ് ഈസ് മോർ ദാൻ 10,000 ഇൻ എ സിംഗിൾ ഡേ ദെൻ സച്ച് എക്സ്പെൻസ് ടീച്ചർ ഷാൾ ബി ഡിസലൗഡ്. അതായത് ഒരു ക്യാഷ് ട്രാൻസാക്ഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് മോഡിലൂടെ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ടാണ് ബാങ്ക് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആക്ച്വലി നടക്കേണ്ടത്. അപ്പോൾ നോർമലി ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ആ ബിസിനസ് ട്രാൻസാക്ഷൻ 10,000 രൂപയിൽ കൂടുതലാണ് ഒരു സിംഗിൾ ഡേ സിംഗിൾ പേഴ്സണ് ക്യാഷായിട്ട്
ഒരാൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സംഗതി എന്താണ്, ഡിസലൗഡ് ആണ്. ഇഫ് പേയ്മെൻറ്റ് മെയ്ഡ് ടു ട്രാൻസ്പോർട്ടർ ദെൻ ലിമിറ്റ് ഈസ് 35,000. നമ്മളിങ്ങനെ കൊടുക്കുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പോർട്ടർക്കാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, വെഹിക്കിൾ ട്രാൻസ്പോർട്ടിംഗ് കമ്പനിക്കോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർക്കാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സിംഗിൾ ഡേ സിംഗിൾ പേഴ്സണ് 35,000 റുപ്പീസ് വരെ എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. പിന്നെ വരുന്നത് പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി. പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി നോട്ട് അലൗഡ് ആണ്. ഗ്രാറ്റുവിറ്റി അടയ്ക്കാൻ വേണ്ടിയിട്ട് കമ്പനീസ് എന്ത് ചെയ്യും, പ്രൊവിഷൻസ് വയ്ക്കും. ആ പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി അണ്ടർ സെക്ഷൻ 40A(7) പ്രകാരം എന്താണ്, നോട്ട് അലൗഡ് ആണ്. ദെൻ അണ്ടർ സെക്ഷൻ 43B. 43B എന്ന് പറയുന്നത് എക്സ്പെൻസസ് അലൗഡ് ഓൺ പേയ്മെൻറ്റ് ബേസിസ് ഓർ ക്യാഷ് ബേസിസ്. ഓക്കെ, ചില എക്സ്പെൻസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പേയ്മെൻറ്റ് ബേസിസിൽ അല്ലെങ്കിൽ ക്യാഷ് ബേസിസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അലൗഡ് ആക്കി കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു കേസുണ്ട്. ഓക്കെ, എനി ടാക്സ് ഓർ ഡ്യൂട്ടി സെസ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. താഴെ പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പെൻസസ് എല്ലാം എന്താണ്, ആക്ച്വലി പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കമ്പനീസിന് അല്ലെങ്കിൽ ബിസിനസ്സിന് ഇതിൻ്റെ എമൗണ്ട് അലോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എനി ടാക്സ് ഡ്യൂട്ടി സെസ് employers contribution towards statutory provident fund, recognized provident fund, approved gratuity fund, approved superannuation fund, new pension scheme, any fund as per law. Okay, then bonus or commission to employees, interest on loan to pay any provident fund institution, state financial corporation, state industrial investment corporation, scheduled bank, etc. Leave encashment to employees. Any sum payable to Indian Railway for use of railway assets. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പെൻസസ് എല്ലാം ആക്ച്വലി പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാഷ് ബേസിസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോട്ട് അലൗഡ് ആണ്. ആക്ച്വലി പേയ്മെൻറ്റ് കൊടുക്കാത്ത സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അണ്ടർ സെക്ഷൻ 44A കമ്പൽസറി മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, 44A, 43B കഴിഞ്ഞു. ക്യാഷ് ബേസിസിലുള്ള എക്സ്പെൻസസിൻ്റെ അലൗബിലിറ്റിയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 44A കമ്പൽസറി മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. കമ്പൽസറി മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് രണ്ട് ആളുകളായിട്ട് പറയുന്നത്. പേഴ്സൺ എ എന്ന് പറയുന്നത് സ്പെസിഫൈഡ് അല്ലെങ്കിൽ നോട്ടിഫൈഡ് പ്രൊഫഷൻസിനെയാണ്. സ്പെസിഫൈഡ് പ്രൊഫഷൻ അല്ലെങ്കിൽ നോട്ടിഫൈഡ് പ്രൊഫഷൻ എന്ന് പറയുന്ന കുറച്ച് പ്രൊഫഷൻസ് ഉണ്ട്. ആ പ്രൊഫഷൻസിനകത്ത് വരുന്ന ആളുകൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കമ്പൽസറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യത്തിലാണ് ഇവിടെ പറയുന്നത്. അപ്പം ആദ്യം സ്പെസിഫൈഡ് പ്രൊഫഷൻ അല്ലെങ്കിൽ നോട്ടിഫൈഡ് പ്രൊഫഷൻ ആരൊക്കെയാണെന്ന് നോക്കിയേ. സ്പെസിഫൈഡ് പ്രൊഫഷൻ എന്ന് പറയുന്നത് നമുക്ക് 10 ആളുകളെ തിരിച്ചിട്ടുണ്ട്. മെഡിക്കൽ, ലീഗൽ, അക്കൗണ്ടൻസി, ഫിലിം ആർട്ടിസ്റ്റ്, എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ കൺസൾട്ടൻസി, ആർക്കിടെക്ചർ, ഇൻറ്റീരിയർ ഡെക്കറേറ്റർ, കമ്പനി സെക്രട്ടറി, എനി അതർ പ്രൊഫഷൻ വിച്ച് മേ ബി നോട്ടിഫൈഡ് ബൈ CBDT. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന 10 ആളുകളെ സ്പെസിഫൈഡ് പ്രൊഫഷൻസ് എന്നാണ് പറയുന്നത്. ഈ സ്പെസിഫൈഡ് പ്രൊഫഷൻസിനകത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കമ്പൽസറി ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണോ വേണ്ടോ എന്നാണ് ഇവിടെ ചോദ്യം. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കുക, ആൻസർ ഇതാണ്. ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് പ്രൊഫഷൻ, ഇഫ് ഗ്രോസ് റിസീപ്റ്റ് ഈസ് മോർ ദാൻ 1,50,000 ഇൻ ഓൾ 3 preceding the previous year or likely to exceed if profession is newly set up, then assessee is required to maintain books of accounts as per 6F. Otherwise, he is required to maintain the books of accounts or document from which assessing officer is able to complete the assessment. Okay, simple ഇതാണ്. ഈ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് പ്രൊഫഷൻസിനകത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രീവിയസ് ഇയറിന് ബാക്കിലോട്ടുള്ള 3 വർഷങ്ങളിൽ മുഴുവൻ 1,50,000 രൂപയോ അതിൽ കൂടുതലോ ഗ്രോസ് റിസീപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന അസസ് എന്ത് ചെയ്തിരിക്കണം, റൂൾ 6F പ്രകാരമുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, അതല്ല ഒരു ന്യൂലി സെറ്റപ്പ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ നോർമലി ആ ഒരു പുതുതായിട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന വർഷത്തിൽ തന്നെ 1,50,000 രൂപയിൽ കൂടുതൽ ഗ്രോസ് റിസീപ്റ്റ് വരാം എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ടും റൂൾ 6F പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. അതല്ല 1,50,000 താഴെ ഒരു അസസിക്ക് ഒരു പ്രൊഫഷൻ എന്തുള്ളൂ, ഗ്രോസ് റിസീപ്റ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ആൾക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. റൂൾ 6F പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഒരു അസസിങ് ഓഫീസർക്ക് അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആവാൻ എന്തൊക്കെയാണോ അത്യാവശ്യം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ വേണ്ടത്, ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാത്രം എന്ത് ചെയ്താൽ മതി, മെയിൻറ്റെയിൻ ചെയ്താൽ മതി.
ഇനി നമുക്ക് റൂൾ 6F പ്രകാരമുള്ള സ്പെസിഫൈഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാഷ് ബുക്ക്, ജേണൽ, ലെഡ്ജേഴ്സ്, കാർബൺ കോപ്പി ഓഫ് ബിൽ എക്സീഡ്സ് 25 rupees, original bill for expenditure exceeding 50. In case of medical practitioner or profession, additional books, that is daily case register and medical inventory register has to be maintained. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 5 ബുക്കുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് ബുക്സ് വിച്ച് ആർ ആസ് മെൻഷൻഡ് ഇൻ റൂൾ 6F. ഇല്ല, ഇനി അതൊരു മെഡിക്കൽ പ്രാക്ടീഷണർ ആണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ബുക്കായിട്ട് നമുക്ക് ഡെയിലി കേസ് രജിസ്റ്ററും മെഡിക്കൽ ഇൻവെൻട്രി രജിസ്റ്ററും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അഡീഷണലായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ അതർ അസസിങ് പാർട്ട് ബി. അതർ അസസി ആണെന്നുണ്ടെങ്കിൽ അതർ അസസി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിനെയാണ്. അപ്പോൾ ഇൻ കേസ് ഓഫ് അതർ അസസി, ഇഫ് PGBP ഇൻകം ഈസ് മോർ ദാൻ 1,20,000 ഓർ ടോട്ടൽ അസറ്റ് ഓർ ടോട്ടൽ സെയിൽസ് ഓർ ഗ്രോസ് റിസീറ്റ് ഈസ് മോർ ദാൻ 10 lakh in any of the 3 years preceding the previous year or likely to be exceeded in any newly set up business or profession, then assessee is required to maintain any books of accounts document from which assessing officer is able to complete the assessment. Otherwise assessee is not required to maintain in the books of accounts. Okay, simple provision ഇതാണ്. അസസി ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ PGBPയിലെ ഇൻകം 1,20,000 കൂടുകയോ അതല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിന് ബാക്കിലോട്ടുള്ള 3 വർഷങ്ങളിലുള്ള ഗ്രോസ് റിസീറ്റ് അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അസസി എന്ത് ചെയ്തിരിക്കണം, ഈ പറഞ്ഞിരിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അസസിങ് ഓഫീസർക്ക് അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അസസിങ് ഓഫീസർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ്സിന് കമ്പൽസറി ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം ഇല്ല. Then, however, in case of individual or HUF, limit will be 2,50,000 for total income. For business or for total income for business or profession and 25 lakh for turnover or gross receipt. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ് മാറിയിട്ട് അത് ഇൻഡിവിജ്വൽ HUF ആവണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ടോട്ടൽ ഇൻകം എന്താവണം, ഈ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് 2,50,000 ടേൺ ഓവറിൻ്റെ ഗ്രോസ് റിസീപ്റ്റ് 25 ലക്ഷം രൂപയും ആയിക്കൂടും. അവർ എമൗണ്ട് മാത്രം എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. അങ്ങനെയെങ്കിൽ നോട്ട് ആസ് പെർ സെക്ഷൻ 271A, ഇഫ് അസസി ഫെയിൽസ് ടു മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആസ് പെർ 44A, then penalty of 25,000 may attract. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന കമ്പൽസറി ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അസസികൾ ആരെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കമ്പൽസറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 271A പ്രകാരം പെനാൽറ്റി 25,000 rupees എന്ത് ചെയ്യേണ്ടി വരും, അടയ്ക്കേണ്ടി വരും. ദെൻ 44A കഴിഞ്ഞു, അടുത്ത് 44AB കമ്പൽസറി ഓഡിറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ദാറ്റ് ഈസ് ടാക്സ് ഓഡിറ്റ് ആണ്. ടാക്സ് ഓഡിറ്റിൻ്റെ സെക്ഷൻ പറയുന്നത് ഇതാണ്: ടാക്സ് ഓഡിറ്റ് ഈസ് കമ്പൽസറി ഇൻ കേസ് ഓഫ് ബിസിനസ് ഇഫ് ടേൺ ഓവർ ഈസ് ഗ്രേറ്റർ ദാൻ 1 CR. ഒരു ബിസിനസ്സിന് ഒരു പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ 1 കോടി രൂപയിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കമ്പൽസറി ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം. ദെൻ പ്രൊഫഷൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇഫ് ഗ്രോസ് റിസീപ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 50 lakhs ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഓക്കെ, പ്രീവിയസ് ഇയറിൽ ഗ്രോസ് റിസീപ്റ്റ് 50 ലക്ഷം രൂപയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രൊഫഷന്, വൺസ് അഗെയിൻ ഒരു ബിസിനസ്സിൻ്റെ ടേൺ ഓവർ 1 കോടി രൂപയിൽ കൂടുതലാണ് പ്രീവിയസ് ഇയറിലെങ്കിൽ കമ്പൽസറി ആയിട്ട് ടാക്സ് ഓഡിറ്റ് നടത്തണം. ഒരു പ്രൊഫഷൻ 50 ലക്ഷം രൂപയിൽ കൂടുതലാണ് ഗ്രോസ് റിസീപ്റ്റ് എങ്കിൽ കമ്പൽസറി ആയിട്ട് ടാക്സ് ഓഡിറ്റ് നടത്തണം. ഇഫ് അസസി കവേർഡ് ബൈ സെക്ഷൻ 44AD ഓർ 44ADA ആൻഡ് അസസി ക്ലെയിംഡ് ഇൻകം ലെസ് ദാൻ 8%, 6% or 50% and his total income is more than basic exemption. Okay, അസസി 44ADയോ 44ADA പ്രകാരമോ ആണ് കവർ ചെയ്തിട്ടുള്ള അസസിയാണ്. അതായത് 44AD 44ADA എന്നൊക്കെ പറയുന്നത് പ്രസൻറ്റീവ് ഇൻകം അല്ലെങ്കിൽ പ്രസൻറ്റീവ് ഇൻകം ടാക്സേഷൻ ആണ്. ആൻഡ് അസസി ക്ലെയിം ചെയ്യുന്ന ഇൻകം എന്ന് പറയുന്നത് 8%, 6%, 50% ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അസസി എന്ത് ചെയ്യണം, കമ്പൽസറി ആയിട്ട് ടാക്സ് ഓഡിറ്റ് നടത്തണം. ഓക്കെ, പ്രസൻറ്റീവ് ഇൻകം നമ്മൾ പറയും. ദെൻ ഇഫ് അസസി കവേർഡ് ബൈ 44AE, ABB, ADA ആൻഡ് അസസി ക്ലെയിംസ് ഇൻകം ലെസ് ദാൻ PGBP ഡീംഡ് അണ്ടർ ദോസ് സെക്ഷൻസ്. ഓക്കെ, അതായത് ഇതും ബിസിനസ് ഇൻകം തന്നെയാണ്. ഷിപ്പിൻ്റെയൊക്കെ ഉള്ള പ്രസൻറ്റീവ് ഇൻകംസ് ആണ്. പ്രസൻറ്റീവ് ഇൻകംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ഇൻകത്തിൻ്റെ ബേസിലായിരിക്കത്തില്ല അവരെന്ത് ചെയ്യുന്നത്, ഇൻകം ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം കാണുന്നത്. 44AE, 44BB, 44AD എല്ലാം പ്രസൻറ്റീവ് ഇൻകം ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് കവർ ചെയ്യുന്ന അസസികളെല്ലാം എന്ത് ചെയ്യണം, കമ്പൽസറി ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിരിക്കണം. നോട്ട് ഓഡിറ്റ് ക്യാൻ ബി ഡൺ ബൈ CA. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും, ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം എന്ത് ചെയ്തിരിക്കേണ്ട, ഓഡിറ്റ് ഡൺ ചെയ്യേണ്ടത്. ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 39 ഓഫ് ദ അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയറിൻ്റെ 39 എന്ത് ചെയ്തിരിക്കേണ്ടത്, നമുക്ക് ഈ പറയുന്ന ഓഡിറ്റ് നടത്തി തീർക്കേണ്ടത്, ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ആണത്.
പെനാൽറ്റി എന്ന് പറയുന്നത് അണ്ടർ സെക്ഷൻ 271B പ്രകാരം ഇഫ് അസസി ഫെയിൽസ് ടു ഗെറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് 0.5% ഓഫ് ടേൺ ഓവർ ഓർ ഗ്രോസ് റിസീപ്റ്റ് 1,50,000 വിച്ച് എവർ ഈസ് ലോവർ എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്. ഒരു അസസി കമ്പൽസറി ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു അസസി ഓഡിറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കേണ്ട പെനാൽറ്റി എമൗണ്ട് എന്ന് പറയുന്നത്. ദെൻ പ്രെസെൻറ്റീവ് ഇൻകം അല്ലെങ്കിൽ പ്രെസെൻറ്റീവ് ടാക്സേഷൻ. പ്രെസെൻറ്റീവ് ഇൻകം അല്ലെങ്കിൽ പ്രെസെൻറ്റീവ് ടാക്സേഷൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 44AD പ്രകാരം പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓഫ് ബിസിനസ് ഓൺ പ്രെസെൻറ്റീവ് ബേസിസിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഹിയർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അസസിയുടെ റിയൽ ഇൻകം ആയിരിക്കത്തില്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ടാക്സേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു അസസിയുടെ ഒരു എസ്റ്റിമേറ്റഡ് ഇൻകം ആയിരിക്കും നമ്മൾ ആസ് പെർ പ്രെസെൻറ്റീവ് ടാക്സേഷൻ ബേസിൽ നമ്മൾ ടാക്സ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. ദെൻ എലിജിബിൾ അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻറ്റ് ഇൻഡിവിജ്വലോ റെസിഡൻറ്റ് HUFO റെസിഡൻറ്റ് ഫേമോ എക്സ്ക്ലൂഡിംഗ് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ഒക്കെ ആയിരിക്കണം. ഓക്കെ, അസസി അണ്ടർ സെക്ഷൻ 44AD മാത്രമല്ല AD, ADA, AB, AE, ABB ഇതെല്ലാം പ്രസൻറ്റീവ് ടാക്സേഷൻ്റെ സെക്ഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് സെക്ഷൻ 44AB ആണ്, AD ആണ്. 44AD പറയുന്നത് എന്താണ്? പ്രസൻറ്റീവ് ബേസിലുള്ള അസസി. അസസി എന്ന് പറയുന്നത് ഇവിടെ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ, റെസിഡൻറ്റ് HUF, റെസിഡൻറ്റ് ഫേം ആണ്. who has not claimed a deduction under section 10AA or ITA. അത് okay, not issue, leave it. This section is applicable for any business except 44AE business, agency business, commission and brokerage business and turnover or gross receipts up to 2 CR. Okay, ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 44AD ആപ്ലിക്കബിൾ ആകത്തത് 44Aയിൽ പറഞ്ഞിരിക്കുന്ന ബിസിനസ്സോ ഏജൻസി ബിസിനസ്സിനോ കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് ബിസിനസ്സിനോ അല്ല ടേൺ ഓവർ 2 കോടി രൂപ വരെ ടേൺ ഓവർ ഉള്ള ബിസിനസ്സിനോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞിരിക്കുന്ന 44AD പ്രകാരം പ്രെസെൻറ്റീവ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടാക്സ് അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്രെസെൻറ്റീവ് ഇൻകം PGBPയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റിസീപ്റ്റിൻ്റെ 8% നമ്മൾ എന്തായിട്ട് കാണണം? ഇൻകം ആയിട്ട് കണക്കാക്കണം. എസ്റ്റിമേറ്റഡ് ഇൻകം ആണ് കാണുന്നത്. ടേൺ ഓവറിൻ്റെ അല്ലെങ്കിൽ ഗ്രോസ് റിസീപ്റ്റിൻ്റെ 8% നമ്മൾ PGBP ഇൻകം ആയിട്ട് അങ്ങ് എസ്റ്റിമേറ്റ് എടുക്കും, ഡയറക്റ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, ഇഫ് ടേൺ ഓവർ ഓർ ഗ്രോസ് റിസീപ്റ്റ് റിയലൈസ്ഡ് ബൈ ദ അക്കൗണ്ട് പേ ചെക്ക് DD ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ത്രൂ ബാങ്ക് ആൻഡ് അക്കൗണ്ട് അപ് ടു ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ദെൻ PGBP ഈക്വൽ ടു ടോട്ടൽ ടേൺ ഓവർ ഇൻറ്റു 6%. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നടത്തുന്നത് കൃത്യമായി ബൈ ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്. ഇലക്ട്രോണിക് ക്ലിയറൻസ് മോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ടേൺ ഓവറിൻ്റെ 6% ഇൻകമായിട്ട് എടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് ബേസിസിലാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ റിസീവ് ചെയ്തിരിക്കുന്ന ടേൺ ഓവറിൻ്റെ 8%. സപ്പോസ് നമുക്ക് 1 കോടി രൂപ ടേൺ ഓവർ ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ 80 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടും 20 ലക്ഷം രൂപ ഇലക്ട്രോണിക് ക്ലിയറൻസ് മോഡിലാണ് കിട്ടിയെങ്കിൽ ആ 80 ലക്ഷം രൂപ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയതിൻ്റെ 80 ലക്ഷം രൂപ പേയ്മെൻറ്റ് മോഡിൽ നമുക്ക് ഇലക്ട്രോണിക് ക്ലിയറൻസ് മോഡിൽ കിട്ടിയതിൻ്റെ 6%ഉം ക്യാഷ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന ടേൺ ഓവർ 20 ലക്ഷം രൂപയുടെ 8% നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവിടെ എടുക്കേണ്ട ടാക്സബിൾ PGBP എമൗണ്ട് ആയിട്ട് എടുക്കേണ്ടത്. അതാണ് ആ സെക്ഷനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. കുഞ്ഞു സെക്ഷനാണ്, PGBP ചോദിക്കാറുണ്ട്. PGBPയിൽ 44AD ചോദിച്ചിട്ടുണ്ട്. Then 44ADA PGBP on presentive basis for profession. പ്രൊഫഷൻസിലുള്ള തൊട്ട് മുന്നേ പറയാൻ നമ്മൾ ബിസിനസ്സിനും മറ്റു കാര്യങ്ങൾക്കുള്ളതാണ്. ഇത് പ്രൊഫഷൻ ഉള്ളതാണ്. എലിജിബിൾ അസസി എന്ന് പറയുന്നത് റെസിഡൻറ്റ് അസസി എൻഗേജ് ഇൻ പ്രൊഫഷൻ ആസ് റെഫേർഡ് ഇൻ 44A. 44Aയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറേ പ്രൊഫഷൻസ് ഉണ്ടായിരുന്നു. മെഡിസിൻ, എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ, ടെക്നോളജി, അക്കൗണ്ടൻറ്റ്, കമ്പനി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് കുറേ 10ഓളം പ്രൊഫഷൻസ് നമ്മൾ പറഞ്ഞു. സ്പെസിഫൈഡ് പ്രൊഫഷൻസ് പറഞ്ഞു. ആ സ്പെസിഫൈഡ് പ്രൊഫഷൻസ് അത് പറഞ്ഞിരിക്കുന്ന അസസികളാണ് ഇവിടെ എലിജിബിൾ അസസി എന്ന് പറയുന്നത്. ദിസ് സെക്ഷൻ ഈസ് ആപ്ലിക്കബിൾ ഇഫ് ഗ്രോസ് റിസീപ്റ്റ് ഈസ് അപ് ടു 50 lakhs. അങ്ങനെ ഒരു പ്രൊഫഷണൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു അസസിയുടെ ഗ്രോസ് റിസീപ്റ്റ് എന്ന് പറയുന്നത് ഒരു വർഷം 50 ലക്ഷം രൂപ വരെയാണെന്നുണ്ടെങ്കിൽ ഇതെന്തുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ആപ്ലിക്കബിൾ ആണ്. PGBP ഇൻകം എന്ന് പറയുന്നത് ഗ്രോസ് റിസീപ്റ്റിൻ്റെ 50% എന്ത് ചെയ്താൽ മതി? PGBP ഇൻകമാക്കി എടുത്താൽ മതി. അത്രയാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പ്രൊഫഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇത്രയും ഏരിയയാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, ഒരു സ്പെസിഫൈഡ് പ്രൊഫഷനകത്ത് എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു അസസിക്ക് ഒരു പ്രീവിയസ് ഇയറിൽ കിട്ടുന്ന ഗ്രോസ് റിസീപ്റ്റ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ വരെയാണെന്നുണ്ടെങ്കിൽ ആ 50 ലക്ഷം രൂപയുടെ 50% PGBP ഇൻകമാക്കി നമ്മൾ കണക്കാക്കിയാൽ മതി. പിന്നെ അണ്ടർ സെക്ഷൻ 30 മുതൽ 38 വരെയുള്ള എക്സ്പെൻസസ് മറ്റു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇവിടെ കണക്കാക്കത്തില്ല. ദെൻ വരുന്നത് അണ്ടർ സെക്ഷൻ 44A ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രസൻറ്റീവ് ടാക്സേഷൻ ഫോർ ട്രാൻസ്പോർട്ടേഷൻസ് ആണ്. ട്രാൻസ്പോർട്ടേഴ്സിനുള്ള പ്രസൻറ്റീവ് ടാക്സേഷൻ ആണ്. ഇഫ് അസസി എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ഫ്ലൈയിങ്, ഹയറിംഗ്, ലീസിംഗ് സച്ച് ഗുഡ്സ് carriage, then PGBP will be heavy vehicles ₹1,000 per ton for gross vehicle weight and unlading weight. Then other vehicles 7,500 for every month or part of the month.
ഓക്കെ, ഇതിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് നടത്തുന്ന ഒരാൾക്ക് കുറേ ലോറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. 2 ടൈപ്പ് വെഹിക്കിൾസ് ആയിട്ടാണ് ഇതിനെ തിരിച്ചിട്ടുള്ളത്. 12 ടൺ കപ്പാസിറ്റിയിൽ താഴെ കപ്പാസിറ്റിയുള്ള വെഹിക്കിൾസിനെല്ലാം നമ്മൾ ലോ കപ്പാസിറ്റി വെഹിക്കിൾസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ 12 ടൺ കപ്പാസിറ്റിയിൽ കൂടുതൽ കപ്പാസിറ്റിയുള്ള ലോഡ് കയറ്റാൻ കഴിയുന്ന വെഹിക്കിൾസിന് നമുക്ക് ഹെവി കപ്പാസിറ്റി വെഹിക്കിൾസ് എന്ന് പറയും. ഇപ്പോൾ 12 ടണ്ണിൽ താഴെയുള്ള വെഹിക്കിൾസിനാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കിട്ടുന്ന ഇൻകം ചിലപ്പോൾ ഒരുപാട് കൂടുതലായിരിക്കും, പക്ഷേ 7,500 റുപ്പീസേ കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു അസംഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രസൻറ്റീവ് ഇൻകത്തിൽ ടാക്സ് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 7,500 ഫോർ എവറി മന്ത് ഓർ എ പാർട്ട് ഓഫ് മന്ത്. ഒരു പാർട്ട് ഇപ്പോൾ ഒരു 15 ഡേയ്സേ നമുക്കൊരു ലോറി ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിയുമ്പോൾ നമ്മൾ സോൾവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ പാർട്ട് മന്തിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 7,500 വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, 7,500 ഒരു ലോറിക്ക് ഒരു മാസം കിട്ടുന്ന വരുമാനം എന്നുള്ള രീതിക്ക് നമ്മൾ ടാക്സ് ചെയ്യണം. 12 ടണ്ണിൽ കൂടുതൽ കപ്പാസിറ്റിയുള്ള ലോറിയാണെന്നുണ്ടെങ്കിൽ അത് ഹെവി വെഹിക്കിളാണ്. അതിന് ഒരു ടണ്ണിന് 100 രൂപ എന്നുള്ള നിരക്കിൽ, അല്ല 1000 രൂപ എന്നുള്ള നിരക്കിൽ ചെയ്യണം. ഇതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കണ്ടീഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് സെക്ഷൻ ഈസ് ആപ്ലിക്കബിൾ ഇഫ് അസസി ഓൺസ് മാക്സിമം 10 വെഹിക്കിൾസ്. ഹെവിയും ലോ കപ്പാസിറ്റി ലോറീസും ഹെവി കപ്പാസിറ്റി ലോറീസും കൂടെ ചേർത്തുകൊണ്ട് ഈ സെക്ഷൻ പ്രകാരം ഒരു വർഷത്തിൽ ഒരു അസസി മാക്സിമം 10 വെഹിക്കിൾസ് വരെ എന്ത് ചെയ്യാവോ, ഓൺ ചെയ്യാവോ. ഇൻകം കാൽക്കുലേറ്റഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം കാൽക്കുലേറ്റ് ഈവൻ വെഹിക്കിൾ നോട്ട് പുട്ട് ടു യൂസ് ബട്ട് ഓൺ ബൈ അസസി. പുട്ട് യൂസ് ആവണോ നിർബന്ധമില്ല ലോറി, പക്ഷേ ഈ വെഹിക്കിൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഓൺ ചെയ്തിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെവി ഗുഡ്സ് വെഹിക്കിൾ മീൻസ് എനി ഗുഡ്സ് ക്യാരേജ് ദ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഓഫ് വിച്ച് എക്സീഡ്സ് 12,000 കിലോഗ്രാം, ദാറ്റ് ഈസ് 12 ടൺസ്. ഓക്കെ, 12 ടണ്ണിൽ കൂടുതൽ കപ്പാസിറ്റിയുള്ള വെഹിക്കിൾസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹെവി കപ്പാസിറ്റി വെഹിക്കിൾസ് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് PGBക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ ക്ലാസ്സസിനകത്ത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്. PGBP കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. നോ ഇഷ്യൂ ദയർ. അപ്പം എന്തായിരുന്നാലും താങ്ക് യു.